നിങ്ങൾ എന്താ ഇത്ര പെയ്ത് മണിക്കൂറല്ലടാ. ഇതെന്താ കട്ടന് എനിക്ക് പാലൊന്നും വേണ്ടേ? ഞാൻ നിർത്തിടാ, ഞാൻ പാല് ഷുഗർ എല്ലാം നിർത്തി. കഴിയുന്നില്ല, വയറ് നോക്കുക വന്നിട്ടില്ലേ, ഒന്നും കഴിയുന്നില്ല. ഞാൻ എല്ലാം കട്ടാക്കി. അപ്പൊ നിനക്ക് ജിമ്മിൽ പോയിക്കൂടെ? നീ എന്തൊക്കെ വാ ജിമ്മിലേക്ക്? ആ ബെസ്റ്റേടാ. ഞാൻ എപ്പോഴാണ് ജിമ്മിലേക്ക് പോകുന്നത്? ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തുന്നത് രാത്രി 12-1 മണിക്കല്ലോ. രാവിലെ 5 മണിക്ക് പോകാനുണ്ടാവും. 2-3 മണിക്കൂർ ഉറക്ക്. കഴിയുന്നില്ലടാ, ടൈം ഉണ്ടാവുന്നില്ല. പോകണമെന്നല്ല നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ ബോഡിയെല്ലാം നോക്ക്, കഴിയുന്നില്ല. നമുക്ക് ഇതേ ഗതി, വയറും ഇതെല്ലാം. അപ്പോൾ ഇന്നത്തെ സ്പോൺസർ ആര്? ഇന്നത്തെ സ്പോൺസർ അജ്ജു പൈസ കൊടുക്കട്ടെ. നിനക്ക് കഴിക്കാനൊന്നും വേണ്ടല്ലേ? എനിക്കൊന്നും വേണ്ടടാ, ഞാൻ എങ്ങനെ ഷുഗർ ഓയിലെല്ലാം കട്ടല്ലേ. നിനക്ക് എന്തെങ്കിലും വേണ്ടടാ? വേണം ചേട്ടാ. 2 അട്ടിപ്പത്തിരി, 2 മുട്ടമാല, 2 പഴംപൊരി. രാത്രിയെല്ലാം കഴിക്കണ്ട ഫുഡ്. എന്നെനിക്ക് ഷൂട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ഒക്കെ ബാ നല്ല ദിവസത്തിന് ഫുഡ് അടിക്കാം. എന്നാ ഓക്കെ ചേട്ടാ, എന്നാൽ 2 പഴംപൊരി ക്യാൻസൽ ചെയ്തു. അന്നാ നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ജിമ്മിലൊന്നും പോകണ്ടല്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മനീഷ് എന്ന് പറഞ്ഞ നല്ലൊരു ന്യൂട്രീഷനിസ്റ്റ് ആണ്. ജസ്റ്റ് ആളൊന്ന് കാണാം. നീ ന്യൂട്രീഷനിസ്റ്റാ? അതിനെല്ലാം ഭയങ്കര പൈസയല്ലേ? ഇല്ല, ആക്ച്വലി ഒരു പൈസയില്ല. നീ ജിമ്മിന് പോകുന്നതിനേക്കാളും വളരെ കുറവാണ് പൈസ. നീ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഒന്ന് സംസാരിക്കുക. നിനക്ക് വേണ്ടിയിട്ട് നിനക്ക് തന്നെ നിന്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ഡയറ്റ് പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് തരും. എൻ്റെ ടൈമിന് സെറ്റാക്കി, നിന്റെ ടൈം സെറ്റാക്കി. നീ ഡെയിലി ഒരു ½ hour കൊടുത്താൽ മതിയാവും മാക്സിമം. അതെയോ? ഒന്നാമത് നമ്മൾ നോക്കേണ്ട ജിമ്മൊന്നല്ല, നമ്മുടെ ഡയറ്റാണ് നോക്കേണ്ടത്. സോ ദാറ്റ് വിൽ ബി ബെസ്റ്റ് തിങ് യു ഡു. അതെല്ലാം നടക്കുമോ? നടക്കും. റിസൾട്ട്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതെ, എന്തെല്ലാം കളി കളിച്ചിന്. അപ്പൊ ഇതും കൂടി ഒന്ന് കളിച്ച് നോക്കാം അല്ലേ? എടാ അപ്പൊ ഞങ്ങൾ കേട്ടോ. ഇല്ലേ ഫ്രഷ് കഴിച്ചു ഫ്രഷ് കഴിച്ചു. 86 ഇത് 840 റുപ്യ. അതെ മോനെ, 840 റുപ്യ. അല്ല 86 റുപ്യ അല്ലേ? അല്ല മോനെ, നിന്റെ ചങ്ങായി നേരത്തെ വന്നിട്ടേ ഓനെന്ത് തട്ടായിരുന്നു. ആ മുടി കെട്ടിയത് മാത്രമേ ഉള്ളൂ. ഓന്റെ തീറ്റ നീ കാണാൻ ഇച്ചാതി തീറ്റന്നറിയോ? അല്ല എന്റെ ഉറുപ്പില്ല. അതൊന്നും പറ്റ കാര്യമില്ല മോനെ. നീ ഒരു കാര്യം ചെയ്യ്, 2 മണിക്കൂർ ഉള്ളിലോട്ട് വാ. കുറച്ച് പണിയുണ്ട് ഇടാം, അത് തീർത്തിട്ട് വിടാം. പണ്ടത്തെ ആൾക്കാർക്ക് ഡിസീസ് ഇല്ല എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഒരു മിത്താണ്. സ്പിറുലിന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സ്പിറുലിന എന്ന് പറഞ്ഞ ഒരു ആൽഗിയാണ്, നമ്മൾ കടലിൽ കിട്ടുന്ന ഒരു ആൽഗിയാണ്. ചർമുറ അവിൽ മിൽക്കും എൻ്റെയും ഫേവറേറ്റ് ഫുഡാണ്. ഞാനും കാസർഗോഡുകാരനാണല്ലോ. Masturbating 2 times a week is good and masturbating 6 times a week is really bad. ചർമുറിന്റെ കൂടെ സൂപ്പ് ഇടലുണ്ട്, അതൊരു വികാരമാണ് സത്യം പറഞ്ഞത്. മട്ടന് പ്രോട്ടീനാണ്, പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ മട്ടൻ സൂപ്പിൽ മട്ടൻ ഇല്ല. ഹായ് ആൾ, വെൽക്കം ടു അന്തവ്യൂ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഡയറ്റീഷ്യൻ മനീഷാണ്, ഫൗണ്ടർ ഓഫ് ന്യൂട്രിമാൻ വെൽനസ്. സോ ഹായ്, വെൽക്കം ടു ദ അന്തവ്യൂ പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച്. സോ എങ്ങനെയാ, സുഖമല്ലേ? സുഖമായിരിക്കുന്നു. സോ കമ്മിങ് ടു ദ വെരി പോയിന്റ്, ഹു വാസ് മനീഷ് ബിഫോർ ബിക്കമിങ് എ ഡയറ്റീഷ്യൻ മനീഷ്? ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. സോ നിങ്ങളിപ്പോൾ കാണുന്ന ഡയറ്റീഷ്യൻ മനീഷ് അല്ല ആക്ച്വലി എൻ്റെ ഈ ഒരു കരിയറിലോട്ട് വരുന്നേക്കാളും മുമ്പ് ഉണ്ടായിരുന്ന മനീഷിന് ശരിക്കും 2 ഫേസസ് ഉണ്ടായിരുന്നു. സോ സ്കൂൾ ഫേസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സോ എന്താ പറയുക, ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു മനീഷിനാണ് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനൊക്കെ അറിയുന്നത്. കാരണം അതിനൊരു മെയിൻ റീസൺ ഉണ്ടായിരുന്നു, മൈ ലുക്സ്. ഞാൻ എൻ്റെ ലുക്സായിട്ട് ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു. കാരണം 8th വരെ ഐ വാസ് വെരി ഹാൻസം ഗൈ. പക്ഷേ ദെൻ വാട്ട് ഹാപ്പൻഡ് വാസ് ഓൾ ഓഫ് എ സഡൻ ഭയങ്കര പിമ്പിൾസ് ഒക്കെ വരാൻ തുടങ്ങി മുഖത്ത്. സോ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഐ വാസ് നോട്ട് അവെയർ ലൈക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ആക്നെ വരുന്നത്. ഐ ഹാഡ് നോ ഐഡിയ. ആൻഡ് ദെൻ ഇനീഷ്യലി പീപ്പിൾ വാസ് സെയിങ് ലൈക്ക് എന്ത് പറ്റി, മുഖത്തൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ അത് ആക്നെ മാറി, ഇറ്റ് വാസ് സം ഡിസീസ് കൈൻഡ് ഓഫ് ലൈക്ക് ആൾക്കാർക്ക് ആക്നെ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മുഖം മാറിയായിരുന്നു. ദേ വർ ആസ്കിങ് ലൈക്ക് വാട്ട് ഹാപ്പൻ ടു യു.
അപ്പോൾ ഭയങ്കര ഇൻസെക്യൂർ ആയി. സ്റ്റോപ്ഡ് ഗോയിങ് ടു ഇവൻറ്റ്സ്, ഫ്രണ്ട്സായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഐ കോണ്ടാക്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക്. കാരണം വെൻ ഐ സി അറ്റ് ദെയർ ഐസ് ദേ ആർ ലുക്കിംഗ് അറ്റ് മൈ ഫേസ്. അത് ഭയങ്കര ഇൻസെക്യൂർ ആണ്, റൈറ്റ്? സോ എൻ്റെ കോൺഫിഡൻസ് ഫുള്ളി പോയി. ആൻഡ് ദെൻ അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. ദെൻ കുറേ മെഡിസിനൊക്കെ ചെയ്തു, ബട്ട് ഇറ്റ് ഡിൻ വർക്ക്. പിന്നെ കുറച്ചായി ദെൻ ഐ റിയലൈസ്ഡ് ഇത് ഞാനിങ്ങനെ ഇൻസെക്യൂർ ആയി ഡിസപ്പോയിൻ്റ് ആയിരുന്ന കാര്യമില്ല. കാരണം മൈ ലൈഫ് ഈസ് ഗോയിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. വെൻ അതേഴ്സ് ആർ എൻജോയിങ് ദെയർ സ്കൂൾ ലൈഫ്, മൈ ലൈഫ് ഈസ്. അതുകൊണ്ടായിരുന്നോ ഈ കോഴ്സ് ചൂസ് ചെയ്യാൻ പ്ലാൻ ഇട്ടത്? MSc നോട്ട് എക്സാക്ട്ലി, ബട്ട് യാ കുറച്ചൊക്കെ അതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കോളേജ് ലൈഫിലോട്ട് വരുമ്പോൾ ദെൻ ഗ്രാജുവൽ ഐ സ്റ്റാർട്ടഡ് പിക്കിംഗ് അപ്പ് മൈ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ പതിയെ റീഗെയിൻ ചെയ്ത് തുടങ്ങി. ഐ സ്റ്റോപ്പ് ക്യാരിങ് വാട്ട് പീപ്പിൾ തിങ്ക് അബൌട്ട് മീ. പിന്നെ ഐ വാസ് മോർ ഇൻ ടു സ്പോർട്സ്, പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. പഠിക്കാൻ അത്ര ലാസ്റ്റ് മൊമെൻറ്റ് എല്ലാ ആണുങ്ങളെ പോലെ ലാസ്റ്റ് മൊമെൻറ്റ് എക്സാമിനേക്കാളും മുമ്പ് പഠിച്ച ഐ ഹാഡ് മാർക്സ്, ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് ബിഫോർ ദ എക്സാം. ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു കോഴ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഈ ഒരു കോഴ്സ് അല്ല, ആക്ച്വലി എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ ആക്നെ പോകാൻ എന്തെങ്കിലും മെഡിസിൻ കണ്ടുപിടിക്കണം എന്നായിരുന്നു. സ്വന്തമായിട്ട് എന്തെങ്കിലും. കാരണം ഐ ട്രൈഡ് മെനി തിങ് ഡിഡ്ന്റ് വർക്ക്. അപ്പോൾ എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്നായിരുന്നു. പിന്നെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഐ വാസ് വെരി ബാഡ് അറ്റ് മാത്സ്. ഓക്കെ, അപ്പോൾ ഞാൻ 10th കഴിഞ്ഞു, വീട്ടിൽ സയൻസ് പഠിക്കണം എന്നായിരുന്നു. അപ്പോൾ മാത്സ് ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു PCMB, ബയോളജി ഫീൽഡ്. ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡിഗ്രിക്ക് പോകുമ്പോൾ അവിടെയും എനിക്ക് മാത്സ് ഇല്ലാത്ത എന്തെങ്കിലും വേണമായിരുന്നു. ഓക്കെ, ഫിസിക്സ് ഒന്നും വേണ്ട. സോ ഐ ചൂസ് കെമിസ്ട്രി. കെമിസ്ട്രി എടുത്തു. പക്ഷേ കെമിസ്ട്രി എടുത്തതിന് ശേഷം അറിയുന്ന കെമിസ്ട്രി മൊത്തം മാത്സ് ആണ്. കെമിസ്ട്രിയിൽ കുറേ കണക്ക് കൂട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ദെൻ വെൻ ഐ മൂവ് ടു MSc എനിക്ക് അധികം കണക്കൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു അതുകൊണ്ട് വിഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ബയോളജി റിലേറ്റഡ് ആയിരിക്കണം, കുറെ കണക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. ദെൻ ഐ സോ ലൈക്ക് ആൻ ഓപ്ഷൻ ഫോർ ന്യൂട്രീഷൻ. ഓക്കെ, ന്യൂട്രീഷൻ ആകുമ്പോൾ എന്താണ്, അത്യാവശ്യം ഫുഡ്, എനിക്ക് മെയിൻലി ഫുഡ് പ്രോസസ്സിങ് കമ്പനിയിലൊക്കെ പോകണം, ക്വാളിറ്റി കൺട്രോൾ, അതായിരുന്നു എൻ്റെ ഗോൾ. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് MSc ന്യൂട്രീഷൻ എടുത്താൽ ഒന്നെങ്കിൽ ഡയറ്റീഷ്യൻ ആവാം, അല്ലെങ്കിൽ ഈ ഫുഡ് ഫാക്ടറീസിലൊക്കെ പോവാം. സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം, ബിസിനസ് മൈൻഡാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്തു കോളേജ് കഴിഞ്ഞിട്ട്. ഫുഡ് ഇൻഡസ്ട്രിയിൽ കയറുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ പറ്റില്ല. കുറേ ഇൻ്റർവ്യൂ ഒക്കെ ട്രൈ ചെയ്തു, കുറേ ഇഗ്നോറൻസ് ഒക്കെ കിട്ടി. ആൻഡ് ദെൻ ആസ് ഐ മെൻഷൻ, ലൈക്ക് ഞാൻ അത്ര സ്റ്റഡീസിലൊന്നും ടോപ്പ് ആയിരുന്നില്ല ആ സമയത്ത്. ജസ്റ്റ് ഫോർ എക്സാംസേക്ക് ഐ വാസ് സ്റ്റഡിങ്. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നും ഐ കുഡ്ന്റ് ആൻസർ വെൽ. അപ്പം അങ്ങനെ കുറച്ച് ഇൻസൾട്ടൊക്കെ കിട്ടി. ദെൻ ഫൈനലി ഒരു കമ്പനിയിൽ കിട്ടി എങ്ങനെയെങ്കിലും. ഫസ്റ്റ് ജോബ് ഡയറ്റീഷ്യൻ ആയിട്ടാണ് കിട്ടിയത്. ഐ നെവർ എക്സ്പെക്റ്റഡ്, ഐ നെവർ വാണ്ടഡ് ടു ബി എ ഡയറ്റീഷ്യൻ. പക്ഷെ എന്താ, ലൈക്ക് എവ്രി വൺ, എന്തെങ്കിലും ഒരു ജോബിൽ കയറാന്നുള്ളൊരു ഇതായിരുന്നു. ഒന്നും കിട്ടാതെ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. സോ ദെൻ ഐ ജസ്റ്റ് എൻറ്റർ ടു ദാറ്റ് ജോബ്. ആ ജോബിൽ എൻറ്റർ ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് അബൌട്ട് ന്യൂട്രീഷൻ. ഓക്കെ, അവിടുന്നാണ് എനിക്ക് ഇത് മനസ്സിലാവുന്നത് ദാറ്റ് പ്രൊഡക്ട്സ് ഡസൻറ്റ് വർക്ക് അൺലെസ് നമ്മുടെ ന്യൂട്രീഷൻ ശരിയാവാതെ, ഇൻസൈഡ് ശരിയാവാതെ നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ടും കാര്യമില്ല എന്ന് എനിക്ക് അവിടെയാണ് മനസ്സിലാവുന്നത്. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് എ ലോട്ട്. അവിടുന്നാണ് ശരിക്കും ഡയറ്റീഷ്യൻ മനസ്സിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് വരുന്നത്. ആൻഡ് ദെൻ ഈ ഒരു കരിയർ എന്ന് പറയുന്നത് എനിക്കൊരു ഇക്കിഗൈ പോലെയാണ്. ഇക്കിഗൈ എന്ന് പറഞ്ഞാൽ ഒരു ജപ്പാനീസ് ടേമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വേറെ ഒരാൾക്കും ഹെൽപ്പ് ആവുന്നുണ്ട്, നമുക്കതിൽ നിന്നൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ചേരുന്നതാണ് ഒരു ഇക്കിഗൈ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം വേറൊരാളുടെ ലൈഫിൽ ഭയങ്കര വാല്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ എൻ്റെ ലൈഫിലും ഞാൻ ഫിറ്റായിരുന്നാലേ എന്നെ ഒരാളെ ഫിറ്റ് ആക്കാൻ പറ്റുള്ളൂ. സോ ഐ ഹാഡ് ടു ഇംപ്ലിമെൻറ്റ് ഓൺ മീ. അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി, ഡയറ്റ് ശരിയാക്കാൻ തുടങ്ങി. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ലൈക്ക് അത്യാവശ്യം ഒരു കോലത്തിലെത്തി. ആക്നിയൊക്കെ പോയി. മേ ബി ഐ ഹാവ് ദ ആക്നി മാർക്സ്, പക്ഷേ ആ ഒരു ആക്നിയൊക്കെ പോയി, അത്യാവശ്യം ഫേസ് ഒക്കെ ക്ലിയർ ആയി, ഫിസിക്ക് നല്ലൊരു കണ്ടീഷനിലെത്തി. ഐ വാസ് എ ചബി ഗൈ, അത്യാവശ്യം നല്ല ബോഡി ഫാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റമൊക്കെ വന്ന് നൗ ഐ എം ഏബിൾ ടു ഹെൽപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ. കാരണം ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. 6 years ആയി ഈ ഫീൽഡിൽ. സോ നൗ ഐ എം ഗുഡ് അറ്റ് ദിസ്. അവിടെ ഇപ്പം ഫസ്റ്റ് ജോലിക്ക് കയറിയല്ലോ, അപ്പം യു മൈറ്റ് ഗെറ്റ് ക്ലയൻസ് വരും. അപ്പം വെൻ യു സ്റ്റാർട്ട് ഷോയിങ് ദം റിസൾട്ട്സ്, ആ ഒരു അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സോ ഇനീഷ്യലി ആക്ച്വലി നമുക്ക് ചാലഞ്ചസ് ആണ് കൂടുതൽ. കാരണം നമ്മൾ പഠിച്ച കാര്യവും പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യം ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പഠിച്ച ഡയറ്റ് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 3 hours ടു പ്രിപ്പയർ.
നമുക്കൊരു ക്ലയൻറ്റിന് മുമ്പിൽ 3 hours ഇരുന്നൊന്നും ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. സോ വി ഹാഡ് ടു പിക്കപ്പ് ബെറ്റർ ഐഡിയാസ്, എങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഇത് ആൾക്കാരെ വെച്ചിട്ട് ഇറ്റ് വുഡ് ചേഞ്ച് അതെ, പേഴ്സൺ ടു പേഴ്സൺ. കാരണം ഒരാളുടെ റിക്വയർമെന്റ് ഡിഫറെന്റ് ആയിരിക്കും. സോ 1 person ഇപ്പോൾ 2 പേർക്ക് വെയിറ്റ് ലോസ് ആണ്, ഓക്കെ, പക്ഷേ ദേ ആർ ബോത്ത് ഹാവിങ് ടോട്ടലി ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലാണ്. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഡിഫറെൻ്റ് ആണ്, അവരുടെ ടൈമിങ്സ് ഡിഫറെൻ്റ് ആണ്. സോ വി ഹാവ് ടു ക്യൂറേറ്റ് എ പ്ലാൻ വിച്ച് ഈസ് പേഴ്സണലൈസ്ഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ദെൻ ഗ്രാജുവലി വി ലേൺ എങ്ങനെയാണ്. പിന്നെ ഇറ്റ്സ് നോട്ട് ആക്ച്വലി അബൌട്ട് ഡയറ്റ് പ്ലാൻ. ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ നമുക്കിപ്പോൾ ചാറ്റ് GPT-യിൽ മൈ ഹൈറ്റ് വെയിറ്റ് അടിച്ചു കൊടുത്താൽ കിട്ടും. ഇറ്റ്സ് നോട്ട് ആക്ച്വലി അബൌട്ട് ഡയറ്റ് പ്ലാൻ. അതെങ്ങനെ ഒരാൾക്ക് ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റാം. ഇറ്റ് ഷുഡ് ബിക്കം എ ഹാബിറ്റ്. ഓക്കെ, ആക്ച്വലി ഒരു കോച്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡയറ്റ് പ്ലാൻ വർക്കൗട്ട് കൊടുക്കുക എന്നുള്ളതല്ല. ഇറ്റ്സ് അബൌട്ട് നമ്മുടെ ഇമ്പാക്റ്റ് ആണ്. വാട്ട് ഇമ്പാക്ട് വി ക്യാൻ ക്രിയേറ്റ് ഓൺ ദം. ആഫ്റ്റർ സെർട്ടൻ ടൈം നമ്മളൊരു ചാർട്ട് കൊടുത്തില്ലെങ്കിലും അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് അവർ സക്സസ്. ഇതിന്റെ ബാക്കിൽ കുറേ റിസർച്ച് ചെയ്യണം, ഒരുപാട്. കാരണം ഇത് മറ്റുള്ള ഫീൽഡ് പോലല്ല. ദിസ് ഈസ് വെരി വാസ്റ്റ്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഒരേ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ 10 പേര് 10 രീതിയിലായിരിക്കും പറയാം. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ദിസ് ഫീൽഡ് ഈസ് നെവർ സ്റ്റാറ്റിക്. അതായത് ഓരോ വർഷം പോകുന്തോറും പുതിയ റിസർച്ച് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് 0.8 gram ആണ് മിനിമം എന്ന് ലൈക്ക് അൺടിൽ 2025 വരെ പറഞ്ഞുകൊണ്ടായിരുന്നത്. ആൻഡ് റീസെൻറ്റ് 2025 ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും US വീണ്ടും അവരുടെ റിസർച്ച് പേപ്പർ ഇറക്കി. ദാറ്റ് ഈസ് മിനിമം ഒരു ആവറേജ് പേഴ്സണിന് 1.2 to 1.6 grams പ്രോട്ടീൻ ആണ് പെർ kg ബോഡി വെയിറ്റ് വേണ്ടത്. സോ ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. സോ വി ഹാവ് ടു കീപ് ലേൺ ആൻഡ് അഡാപ്റ്റ് ടു ഇറ്റ്. സോ ആ പ്രോട്ടീൻ ഇൻടേക്ക് ലൈക്ക് ഐ ഹാവ് ഹേർഡ് പീപ്പിൾ ടെൽ നമ്മളെ വെയിറ്റിനെക്കാളും 2 ഇരട്ടി വേണം. ഇഫ് ഐ എം ലൈക്ക് 70 റൈറ്റ് നൗ 140 gram പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യണം. ഇസ് ദാറ്റ് റിയലി ട്രൂ? അത്ര വേണോ? സോ ഇപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് ഞാൻ സിംപ്ലിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റിലേറ്റ് ഇറ്റ് ടു എ വർക്ക്ഔട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ബിഗിനർ വരുവാണ്. ഓക്കെ, മേ ബി ഡൂയിങ് 100 kg ബെഞ്ച് പ്രസ് ഈസ് ദ ബെസ്റ്റ് വർക്ക്ഔട്ട് ഫോർ ഹിം. പക്ഷെ ഞാൻ ആദ്യം വന്ന് ഒരാളോട് 100 kg ബെഞ്ച് പ്രസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ദേ മൈറ്റ് ഗെറ്റ് ഇൻജൂർഡ് ഓർ ദേ വിൽ നോട്ട് കണ്ടിന്യൂ ആഫ്റ്റർ ദാറ്റ്. ദേ cannot do it. Same goes with protein intake. Maybe 2 gram protein is the best thing for your body, but currently നിങ്ങൾ എടുക്കുന്നത് it's less than 0.5 per kg body weight എന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നാളെ മുതൽ if they start taking 2 gram, their digestive system മൊത്തത്തിൽ കൊളാവും. കാരണം they cannot digest so much protein and ഒരുപാട് constipation അങ്ങനെയുള്ള പ്രോബ്ലംസ് വരും. 2 gram is definitely a best goal, but you should give yourself the time. അതായത് പതിയെ ഗ്രാജുവലി. ഇപ്പോൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ഹൗ മച്ച് യു ആർ ടേക്കിംഗ് കറന്റ്ലി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നത് 50 grams ആണ്. ഓക്കെ, മേ ബി യുവർ ഗോൾ ഈസ് 150 gram. ഡോണ്ട് മേക്ക് ഇറ്റ് 150 gram നെക്സ്റ്റ് ഡേ. ഓക്കെ, സോ അതായത് ഗീവ് ഇറ്റ് യുവർ സെൽഫ് എ ടൈം. ഇപ്പോൾ ഒരാഴ്ച ഓരോ മീൽസിലായിട്ടും പതിയെ ഇൻക്രീസ് ചെയ്ത് മേ ബി ഗീവ് യുവർ സെൽഫ് 2-3 months ടൈം ആൻഡ് ദെൻ റീച്ച് 150 gram. അത് നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാതെ ഒരു ബെസ്റ്റ് വേ ഓഫ് മെത്തഡാണ് പ്രോട്ടീൻ ഇൻടേക്ക് ഇംപ്രൂവ് ചെയ്യാൻ. യുവർ ബിഗ്ഗസ്റ്റ് ലേണിംഗ് ഒരു സീനിയർ ഡയറ്റീഷ്യൻ ആയിട്ട് അവിടെ നിന്ന് കിട്ടിയ കുറേ ലേണിങ്സ് ഉണ്ടാവല്ലോ. അപ്പം അതിൽ വൺ തിങ് വാട്ട് യു ഫെൽറ്റ് ലൈക്ക് ഓക്കെ ഇത് ഒരു സംഭവം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യണം എൻ്റെ ലൈഫിൽ, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം, സംതിങ് ലൈക്ക് ദാറ്റ്. സോ ബേസിക്കലി ഇപ്പം ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, നമുക്ക് എത്ര എഡ്യൂക്കേഷൻ ഇരുന്നോട്ടെ, ഓക്കെ, നമ്മുടെ സ്കില്ല് എന്തായിരുന്നോട്ടെ, നമ്മുടെ ഫിസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഐ ഹാവ് സീൻ ദർ ആർ വെരി ഗുഡ് ഡയറ്റീഷ്യൻസ് ഇൻ മൈ കമ്പനി. ഓക്കെ, പക്ഷെ ദേ ദംസെൽഫ് മേ നോട്ട് ബി ദാറ്റ് ഫിറ്റ്. ഓക്കെ, സോ ക്ലയൻറ്റ്സ് വാലിഡേറ്റ് ബേസ്ഡ് ഓൺ ദാറ്റ്. നമ്മൾ ഫിറ്റ് ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചിലവർ പറയും നോളജ് ഉണ്ടായാൽ മതി, വേറെ ആളെ പറഞ്ഞോളൂ. നോളജ് ഇസ് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ നോളജിൻ്റെ കൂടെ കറൻറ്റ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് നിങ്ങൾക്കൊരു ഫിറ്റ് ബോഡി വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഐ ആം അൺഫിറ്റ് പേഴ്സൺ, ഐ ആം ട്രെയിനിങ് യു വിൽ ബി ലെസ് സീരിയസ്. ഞാനൊരു ഫിറ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ടേക്ക് ഇറ്റ്. വരും ഇപ്പം ഇയാളാണ് ലൈക്ക് യു ആർ ഹാവിങ് ദാറ്റ് കൈൻഡ് ഓഫ് ബോഡി, അത് എനിക്കിങ്ങനെ പറഞ്ഞു തരുമ്പം ലൈക്ക് ആ കൺഫ്യൂഷനും ഡെഫിനറ്റ്ലി അവരിപ്പോൾ ഒരു ക്ലയൻറ്റ് എന്ന രീതിയിൽ ഇപ്പോൾ അർജുൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വിചാരിക്കുക, ഇപ്പം ഞാൻ ഒരു അൺഫിറ്റ് പേഴ്സൺ ആണ്, എന്നെയാണ് ഈ ജിമ്മിൽ അസൈൻ ചെയ്യുന്നത് അർജുന് PT ആയിട്ട്. അപ്പോൾ അർജുൻ വിചാരിക്കും ഇയാൾ തന്നെ ഫിറ്റ് അല്ല, ഇയാൾ എന്നെ എങ്ങനെ ഫിറ്റ് ആക്കും, റൈറ്റ്? ഓബ്വിയസ്ലി എല്ലാവർക്കും ആ തോട്ട് ഉണ്ടാവും. സോ ആസ് ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആണെങ്കിലും ഡയറ്റീഷ്യൻ ആണെങ്കിലും ജാഗ്ഡ് ആയിരിക്കണം എന്നൊന്നുമല്ല, ബട്ട് ബേസിക് ഫിറ്റ്നസ്, അത്യാവശ്യം ഹെൽത്തി ആയിരിക്കണം, ഫിറ്റ് ആയിരിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു റിക്വയർമെൻ്റ് ആണ്. ഇപ്പം ആ ജോലി കഴിഞ്ഞു ആൻഡ് യു ഹാവ് ജോയിൻ സംവെയർ എൽസ്, റൈറ്റ്? വേറെ എവിടെയും ജോയിൻ ചെയ്തു. അതിൻ്റെ അടുക്കാണ് ഈ ന്യൂട്രിമാൻ വെൽനസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫ്ലുവൻസർ ലൈക്ക് ഓൺലൈൻ ഡയറ്റീഷ്യൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. ആ ഒരു ജേണി
സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ? യാ സോ എൻ്റെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഡയറ്റീഷ്യനായിട്ട് ഞാൻ എൻ്റർ ചെയ്ത ഒരു കോമഡി ആണ് ആക്ച്വലി. അതേപോലെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുന്നതും ഒരു കോമഡി ആണ് ആക്ച്വലി. ബേസിക്കലി എൻ്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഐ വാണ്ടഡ് ടു സ്വിച്ച് ടു ഐഫോൺ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുടെ ഐഫോൺ ഉണ്ട്. സോ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് കുറച്ച് ഒരു മിഡിൽ ക്ലാസ് ഓർത്തഡോക്സ് ഫാമിലിയാണ്. ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇഷ്ടമല്ല. സോ ഐ ഹാഡ് ടു ഗിവ് ദം എ റീസൺ വൈ ഐ ആം പർച്ചേസിങ് ഐഫോൺ. ഇപ്പോൾ ഐഫോൺ വാങ്ങിച്ചപ്പാട് ഞാൻ ഒരു പേജ് ചുമ്മാ ഐ ടോൾഡ് ദം ദാറ്റ് ഞാൻ ഐഫോൺ വാങ്ങിച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ടിങ് ജസ്റ്റ് 2 years ബാക്ക്, 2.5 years ആയിട്ടുള്ളൂ. സോ അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്. ഐ ടോൾഡ് ദം ഐ എം പർച്ചേസിങ് ഇറ്റ് ബിക്കോസ് ഐ വാണ്ട് ടു ബിക്കം എ ഗ്രേറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഈവൻ ദോ ഐ ഡിഡ്ന്റ് തിങ്ക് ഞാനിപ്പോൾ വലിയ ആളൊന്നുമല്ല, എന്നാലും ഈ ഒരു ലെവൽ എത്തുന്നു. ലൈക്ക് ഇഫ് ഐ എം ഹിയർ റൈറ്റ് നൗ ഇറ്റ്സ് ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ദ ചാനൽ. അപ്പോൾ അത് ഐഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ സോഷ്യൽ മീഡിയ തുടങ്ങുന്നത്. ബട്ട് ദെൻ ഐ ലൈക്ക് ദ പ്രോസസ്. സി ഐ വാസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മോർ പീപ്പിൾ. കാരണം ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഐ ക്യാൻ connect only with that client. Now I can speak to whole Kerala, whole India and maybe in future whole world, right? അപ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റാണ് സംഭവിച്ചത് ഫ്രം ഐഫോൺ ടു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ. ഇപ്പം ലൈക്ക് ഫുൾ ടൈം ഇൻഫ്ലുവൻസർ ആ രീതിക്കാണോ? ഇല്ല, ഞാനിപ്പോൾ കറൻ്റ്ലി ഹെൽത്തിഫൈ മീ എന്ന ഒരു കമ്പനിയിൽ സീനിയർ ഡയറ്റീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇറ്റ്സ് ആക്ച്വലി എ ഫുൾ ടൈം ജോബ്. അത് അധികം പേർക്കും അറിയില്ല. ദേ തിങ്ക് ഐ എം എ ഫുൾ ടൈം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഞാൻ ഏകദേശം മൺഡേ ടു സാറ്റർഡേ മോർണിംഗ് 9:30 തുടങ്ങിയ ഓൾമോസ്റ്റ് 8 PM വരെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. ആ സമയത്തിന് ശേഷമാണ് ഐ ഡു ദ എഡിറ്റിംഗ്, സൺഡേസ് ഷൂട്ട് ചെയ്യും. സോ അങ്ങനെ അത്യാവശ്യം ഫുൾ പാക്ഡ് ആണ്. കാണുമ്പോൾ ആൾക്കാർക്ക് ഞാൻ സോഷ്യൽ മീഡിയ മാത്രം ചെയ്യുന്ന പോലെ തോന്നും. അപ്പം ഈ സോഷ്യൽ മീഡിയ യു ഗെറ്റ് ക്ലയൻസ് അല്ലേ, അതെങ്ങനെ മാനേജ് ചെയ്യും? അതെന്ന് പറയുന്നത് ഐ ഹാവ് എ പേഴ്സൺ ഹൂ ഡസ് ദ ജോബ് ഫോർ ഫ്രീ. എൻ്റെ വൈഫ്. എൻ്റെ വൈഫ് എന്ന് പറയുന്നത് ജേർണലിസം പഠിച്ചതാണ്. പുള്ളിക്കാരി PR വർക്കൊക്കെ വേറെ കമ്പനിയിൽ ചെയ്തിട്ടുണ്ട്. ഷീ നോസ് ഹൗ ടു ഹാൻഡിൽ ക്ലയൻസ്, ഹൗ ടു കൺവേർട്ട്. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നാൽ എങ്ങനെ കൺവേർട്ട് ചെയ്ത് എൻ്റെ എനിക്ക് കൊണ്ടുവരാന്നുള്ള രീതി പുള്ളിക്കാരിക്ക് അറിയാം. സോ ഷീ ഡു ദ ഇനീഷ്യൽ വർക്ക്. ബട്ട് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല. ഐ ഡു പെയർ. പക്ഷേ ലൈക്ക് നോട്ട് ലൈക്ക് എൻ എംപ്ലോയി. ഷീ ഈസ് മൈ വൈഫ്. സോ ഷീ ഈസ് ഹാൻഡ്ലിങ് ഓൾ ദ ബാക്ക് എൻഡ് വർക്ക്. ഒരു ക്ലയൻറ്റ് വരും, എനിക്ക് അസൈൻ ചെയ്യും ആൻഡ് ക്ലയൻസിനെ ഫോളോ അപ്പ് ചെയ്യും. അതൊക്കെ ചെയ്യുന്നത് വൈഫാണ്. സോ ബാക്ക് ആൻഡ് വർക്ക്, ഡയറ്റും സർവീസൊക്കെ ഞാനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം യൂഷ്വലി വി ഗെറ്റ് ടു ഹിയർ വൺ തിങ്, 30% വർക്കൗട്ട് ആൻഡ് 70% ഡയറ്റ്. ലൈക്ക് ഇസ് ഇറ്റ് എ മിത്ത് ഓർ ഇസ് ഇറ്റ് റിയലി ട്രൂ? സത്യമാണോ അത്? മിത്ത് എന്ന് പറയാൻ പറ്റില്ല. കാരണം അൺടിൽ ആൻഡ് അൺലെസ് യുവർ ഡയറ്റ് ഈസ് ഫൈൻ, എത്ര വർക്കൗട്ട് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് സത്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഡയറ്റ് ഭയങ്കര മോശമാണ്. ഐ എം ഈറ്റിംഗ് ഓൾ ക്രാപ്പ്, ഐ എം നോട്ട് ട്രാക്കിംഗ് മൈ കാലറീസ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എത്ര ഇനി ഫുൾ ഡേ ഇരുന്ന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടും കാര്യമില്ല. ബിക്കോസ് ഐ എം നോട്ട് പ്രൊവൈഡിങ് ദ റൈറ്റ് ന്യൂട്രീഷൻ ടു മൈ ബോഡി. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഇഫ് യു ഹാവ് ടു ആസ്ക് മീ വിച്ച് ഈസ് പ്രയോറിറ്റി, ഡയറ്റ് ഈസ് പ്രയോർ. കാരണം ഡയറ്റ് ശരിയായാൽ നമ്മൾ വർക്കൗട്ട്. ഡയറ്റ് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 1 hour നമ്മൾ പ്രോപ്പർ ട്രെയിൻ ചെയ്താൽ മതിയാവും. നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടാൻ അത് ധാരാളം മതി. ഒരു അത്യാവശ്യം യു ആർ നോട്ട് എൻ അത്ലീറ്റ്, യു ആർ ജസ്റ്റ് എ കോമൺ പേഴ്സൺ ഹു ഈസ് ട്രൈങ് ടു ബി ഫിറ്റ്. നിങ്ങൾ 70% ഡയറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, 30% പറ്റുവാണെങ്കിൽ രണ്ടും ഒരേപോലെ കൊണ്ടുപോകാം. അതുകൊണ്ടായിരിക്കും ഇപ്പം ലൈക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങൾ പീപ്പിൾ ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിട്ടുണ്ട്. എല്ലാവരും ജിമ്മിലോട്ട് പോകും, എല്ലാവരും വർക്കൗട്ട് ചെയ്യും. ബട്ട് ഈ ഹാർട്ട് അറ്റാക്കും ഡിസീസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഇപ്പം കമ്പയറിങ് ടു പാസ്റ്റ്. അപ്പം അത് ആ ഒരു വ്യൂസ്, കാരണം അവർ ചിലവർ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നാലും ജിമ്മിൽ പോകുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് ആവുന്നുണ്ട്, കുറേ പ്രോബ്ലംസ് ഉണ്ട്. ആ ഡിസീസ് നോക്കുമ്പോൾ തന്നെ ലൈക്ക് വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്ക് ചിലപ്പം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, പക്ഷെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്ക് കൂടുതലാണ്. അപ്പം അത് സോ അത് വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. സോ ഇതിന് ഞാനൊരു ക്ലിയർ ആൻസർ പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ജിമ്മിൽ വരുന്ന ഹാർട്ട് അറ്റാക്സ് അതിൻ്റെ കുറച്ച് കോമൺ റീസൺസ് ഉണ്ട്. ഫസ്റ്റ്, ഇഫ് എ പേഴ്സൺ വാസ് ടോട്ടലി സെഡൻറ്ററി, അതായത് ഒന്നും ചെയ്യാത്ത ഒരാളാണ് പെട്ടെന്ന് ജിമ്മിൽ പോകുന്നു, ആൻഡ് ദേ സോ സംവെയർ ഇൻ സോഷ്യൽ മീഡിയ ഹെവി ട്രെയിൻ ചെയ്യണം, ഹെവി സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യണം, ഹെവി കാർഡിയോ ചെയ്യണം. സോ ഓൾ ഓഫ് എ സഡൻ their graph went from like here 0 to like 100. They started training themselves like an athlete all of a sudden. അപ്പോൾ എന്താ, അവരുടെ body is not ready for that. Heart especially, heart beat, blood flow, and maybe they had a small block which they were not aware. അപ്പോൾ നമ്മളൊരു സെഡൻറ്ററി പേഴ്സൺ ആകുമ്പോൾ ഇറ്റ് മേ നോട്ട് ബി ദാറ്റ് പ്രോബ്ലമാറ്റിക്. പക്ഷേ നമ്മളൊരു ഹൈ ആക്റ്റീവിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഹൈ ബീറ്റ് ചെയ്യാൻ തുടങ്ങുമല്ലോ. സോ അപ്പോൾ എന്ത് സംഭവിക്കും, മേ ബി ദർ ഇസ് എ സ്മോൾ ക്ലോട്ട്. അപ്പോൾ അത് നമുക്ക് ഹാർട്ട് അറ്റാക്കിലോട്ട് കൊണ്ടുപോകും. സോ നിങ്ങളൊരു
ആവറേജ് വർക്കൗട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ടെസ്റ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇഫ് യു ആർ പ്ലാനിങ് ടു ബിക്കം ആൻ അത്ലീറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കൗട്ട് നിങ്ങളൊരു വലിയ ഇൻറ്റൻസിറ്റിയിലോട്ട് കൊണ്ടുപോകാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തതിന് ശേഷം വേണം നിങ്ങളത് പ്ലാൻ ചെയ്യാൻ. അതൊരു റീസൺ ആണ്. സെക്കൻഡ് റീസൺ ഈസ് കുറച്ച് സപ്ലിമെൻറ്റ്സ്, എസ്പെഷ്യലി കെഫൈൻ അടങ്ങുന്ന പ്രീ വർക്കൗട്ട്. ഓക്കെ, പ്രീ വർക്കൗട്ട് സപ്ലിമെൻറ്റിൽ കെഫൈൻ ഉണ്ടാവും. ഓക്കെ, കെഫൈന് നമ്മുടെ ബ്ലഡ് ഫ്ലോ ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യും. ലൈക്ക് കോഫിയിലുണ്ട്, കോഫി കെഫൈൻ കണ്ടന്റ് കുറവാണ്. ഓക്കെ, പക്ഷേ നിങ്ങളിപ്പോൾ ടു മെനി കപ്സ് ഓഫ് കോഫിയാണ് കുടിക്കുന്നതെങ്കിൽ ദാറ്റ്സ് ഓൾസോ പ്രോബ്ലം. പക്ഷേ പ്രീ വർക്കൗട്ട് സപ്ലിമെന്റിൽ ലൈക്കിനു മിനിമം ഇപ്പോൾ ഏതൊരു പ്രീ വർക്കൗട്ട് സപ്ലിമെന്റ് എടുത്താലും മിനിമം 200 mg കെഫൈൻ ഉണ്ടാവും. നമ്മളുടെ ഒരു ഡെയിലി ഡോസ് എന്ന് പറയുന്നത് റെക്കമെൻഡ് ഡോസ് 400 mg കെഫൈൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രീ വർക്കൗട്ട് ഓൾ ഓഫ് എ സഡൻ ഒരു സെഡൻറ്ററി ആയിട്ടുള്ള ഒരാൾ ഹെവി വർക്കൗട്ടും ചെയ്യുന്നു, അതിൻ്റെ കൂടെ പ്രീ വർക്കൗട്ട് സപ്ലിമെന്റ് എടുക്കുന്നു, വേറെ എനർജി ഡ്രിങ്ക്സ് കുടിക്കുന്നു, ഒരുപാട് കോഫി കുടിക്കുന്നു, ടു മച്ച് കെഫൈൻ. അപ്പോൾ ഇത് ഒരു മെയിൻ റീസൺ ആണ് നമ്മുടെ ഹാർട്ട് റേറ്റ് ഭയങ്കര ഹൈ പോകാനും ഹാർട്ട് അറ്റാക്ക് വരാനും. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ റീസൺസ്. സോ നിങ്ങൾക്കൊരു സേഫ് മെത്തേഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡു എ ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റിൽ നിങ്ങളുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, നിങ്ങളുടെ CBC, അതേപോലെ തൈറോയിഡ് പ്രൊഫൈൽ ടെസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഓക്കെ എല്ലാം റിപ്പോർട്ട്സ് നോർമൽ ആണോ എന്ന് നോക്കിയിട്ട് ഒരു ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസ് ചോദിച്ചിട്ട് അതിനനുസരിച്ച് വർക്കൗട്ടും ഡയറ്റും ഒക്കെ പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യം. സോ നമ്മൾ പണ്ടത്തെ കാലത്തിലോട്ട് പോകുമ്പം ദേ വർ സോ ഫിറ്റ്. അവരുടെ ഹെൽത്ത് ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും അവർക്ക് ഡിസീസൊക്കെ ഭയങ്കര കുറവാണ്. ഇതാണോ അതിൻ്റെ കാരണം? ലൈക്ക് അവർ വർക്ക് ചെയ്യും, ഇങ്ങനെ വെറുതെ വീട്ടിൽ നിന്നിട്ട് ഫോൺ കുത്തൂല, പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ജിമ്മിൽ പോകണം എന്നിട്ട് വരൂല. ദേ യൂഷ്വലി വർക്ക് ഔട്ട്. റൈറ്റ്. പണ്ടത്തെ ആൾക്കാർക്ക് ഡിസീസ് ഇല്ല എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഒരു മിത്താണ്. സോ ദ തിങ് ഈസ് ഇപ്പോൾ 2026 നമ്മുടെ സയൻസ് ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾക്ക്. സോ ടെസ്റ്റ് ചെയ്യുന്തോറും നമ്മൾക്ക് കൂടുതൽ ഡിസീസ് കണ്ടുപിടിക്കാൻ പറ്റും, വിച്ച് വാസ് നോട്ട് ദെയർ ബിഫോർ. മുമ്പ് ആൾക്കാർ ടെസ്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ഡിസീസ് ഫസ്റ്റ് ഓഫ് ഓൾ ഡയഗ്നോസ് ആവില്ല, ഇത്രയും അഡ്വാൻസ് മെഡിക്കേഷൻ ഒന്നുമില്ല. ദാറ്റ് ഈസ് വൺ റീസൺ. അപ്പോൾ മുമ്പും ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, ജസ്റ്റ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഡയഗ്നോസ്ഡ് ലൈക്ക് നൗ. പിന്നെ ലൈഫ് സ്പാൻ നോക്കുവാണെങ്കിലും പ്രസന്റ്ലി നമ്മളുള്ളതാണ് ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ള ഇത്. പീപ്പിൾ തിങ്ക് പണ്ടത്തെ ആൾക്കാരായിരുന്നു 100 years 120 years ഒക്കെ ജീവിച്ചുകൊണ്ടായിരുന്നത്, വിച്ച് ഈസ് ലൈക്ക് മേ ബി 1 out of 100%. ബട്ട് മെജോറിറ്റി നോക്കുവാണെങ്കിൽ ലൈഫ് സ്പാൻ ആക്ച്വലി ലൈക്ക് ഇപ്പോൾ കൂടുതലാണ്, ഏറ്റവും കൂടുതലാണ്. അപ്പോൾ വി ആർ അറ്റ് ദ ബെസ്റ്റ് ഒരു സയൻസിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് സ്റ്റേറ്റിലാണ് നമ്മൾ ഉള്ളത്. വി ഹാവ് എവറി ടെസ്റ്റ്, എവറി മെഡിസിൻ പോസിബിൾ. അപ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് സിനാരിയോ ആക്ച്വലി. ഇപ്പം ഡയറ്റ് ലൈക്ക് പീപ്പിൾ കുറേ പേര് ഡയറ്റിലോട്ട് മാറുന്നുണ്ട്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നില്ല, അങ്ങനത്തെ കുറേ പേരുണ്ട് സ്ട്രിക്റ്റ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി ലൈക്ക് വാട്ട് ആർ യുവർ വ്യൂസ് ഓൺ ദാറ്റ്? ലൈക്ക് അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഡയറ്റ്, അവർ ഷുഗർ ഇൻടേക്ക് ചെയ്യൂല, കുറേ സംഭവം ലൈക്ക് ഷുഗറൊക്കെ കുറച്ച് ലിമിറ്റേഷൻ നമുക്ക് ആവശ്യമല്ലേ ബോഡിക്ക്. അവരെന്ന് വെച്ചാൽ ഒന്നും ഇൻടേക്ക് ചെയ്യൂല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഞാനില്ല ഷുഗർ കഴിക്കൂല. അത് ഇസ് എ ഡാമേജിങ് പീപ്പിൾ. ഷുഗർ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയോണ്ട് ഇറ്റ്സ് നോട്ട് ഡാമേജിങ് യു. ഷുഗർ ഇല്ലാതെയും അവർ ബോഡി ക്യാൻ ഫങ്ഷൻ ഈവൻ ഇഫ് യു ആർ അവോയ്ഡിങ് വൈറ്റ് ഷുഗർ കംപ്ലീറ്റ്ലി. ആൻഡ് ഷുഗർ ആയിട്ട് കൺവേർട്ട് ആവുന്ന ഇപ്പോൾ റൈസ്, വീറ്റ് എല്ലാം ഷുഗർ ആയിട്ടാണ് ബോഡിയിൽ കൺവേർട്ട് ആവുന്നത്. ഈവൻ ദോ യു ആർ ജസ്റ്റ് അവോയ്ഡിങ് വൈറ്റ് ഷുഗർ, മറ്റുള്ള ഫുഡ് നമുക്ക് ഷുഗർ തരുന്നുണ്ട് ബോഡിക്ക്, ഗ്ലൂക്കോസ്. ഓക്കെ, പക്ഷേ അവർ ബോഡി ഈസ് ലൈക്ക് എ ഹൈബ്രിഡ് എഞ്ചിൻ. ഇപ്പോൾ ഒരു ഹൈബ്രിഡ് കാർ ഉള്ള പോലെയാണ്. ലൈക്ക് ഇറ്റ് ക്യാൻ റൺ ഓൺ പെട്രോൾ, ഇറ്റ് ക്യാൻ റൺ ഓൺ CNG, ഇറ്റ് ക്യാൻ റൺ ഓൺ ലൈക്ക് സോളാർ എന്തെങ്കിലും. ഓക്കെ, സോ നമ്മുടെ ബോഡിയും അതേപോലെയാണ്. ഇറ്റ് ക്യാൻ റൺ ഓൺ പ്രോട്ടീൻ, ഫാറ്റ്സ്, കാർബ്സ്. പ്രൈമറി നിങ്ങളൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അവർ ബോഡി റൺസ് ഓൺ കാർബോഹൈഡ്രേറ്റ്സ്. പക്ഷേ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിക്കൊണ്ട് ആരും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദേ മൈറ്റ് ഹാവ് ഇനീഷ്യലി എനർജി കുറയും, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ് എന്ന് ഞാൻ പറയും. പക്ഷേ ഇഫ് യുവർ ഗോൾ ഈസ് ജസ്റ്റ് ടു ബി ഹെൽത്തി ആൻഡ് ഫിറ്റ്, കാർബോഹൈഡ്രേറ്റ് ഓർ ഷുഗർ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈവൻ ബൈ ഈറ്റിംഗ് മോഡറേറ്റ് എമൗണ്ട് ഓഫ് ഷുഗർ ആൻഡ് കാർബോഹൈഡ്രേറ്റും you can be as fit as a person who is completely avoiding sugar. Okay, so can someone lose their weight without workout? Yeah, weight loss without workout is definitely possible. കാരണം വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് കാലറി ഡെഫിസിറ്റിലാണ് വർക്ക് ആവുന്നത്. ഓക്കെ, സോ നമ്മൾ 4 രീതിയിൽ ഒരു ദിവസം കാലറി ബേൺ ചെയ്യാൻ പറ്റും. വൺ ഈസ് BMR, അതായത് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്, ഓർഗൻസ് ആർ ഫംഗ്ഷനിങ്, അപ്പോൾ അതിന് കാലറീസ് ബേൺ ആവും. 2 എന്ന് പറയുന്നത് നമ്മുടെ തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു എനർജി ബേൺ ആവും. 3-മത്തേതായിട്ട് നീറ്റ് എന്ന് പറയും, അതർ ദാൻ യുവർ എക്സസൈസ്. നമ്മളിപ്പോൾ എൻ്റെ ഹാൻഡ് മൂവിങ് ആണ്, അപ്പോൾ ഇതിനൊക്കെ കാലറി ബേൺ ആവും. ആൻഡ് 4th വൺ ഈസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ബേൺ ആവുന്ന കാലറി. ഓക്കെ, ഇതിൽ ഏറ്റവും കുറവ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ബേൺ ആവുന്ന കാലറിയാണ് ഔട്ട് ഓഫ് ഓൾ ദീസ് 4. ദാറ്റ് മീൻസ് യു ഹാവ് സ്റ്റിൽ 3 ways ഹൗ യു വിൽ ബേൺ കാലറി. അപ്പോൾ ഇഫ് യുവർ ഫുഡ് ഇൻടേക്ക് വരുന്ന കാലറീസ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓൾ ദീസ് 3 കമ്പൈൻഡ്,
അതായത് നിങ്ങളൊരു കാലറി ഡെഫിസിറ്റിലാണ്, യു ക്യാൻ ലൂസ് വെയിറ്റ്. ബട്ട് നിങ്ങൾക്കൊരു ഹെൽത്തി വേയിലാണ് വെയിറ്റ് ലോസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മെയിൻലി ഫാറ്റ് ലോസ് ചെയ്യണം. ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ മസിൽ പ്രിസർവ് ചെയ്യാൻ വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് യു ആസ്ക് മീ ദ ബെസ്റ്റ് ഐഡിയൽ സിറ്റുവേഷൻ, ഇറ്റ്സ് വിത്ത് വർക്കൗട്ട്. ബട്ട് ഇഫ് യുവർ ക്വസ്റ്റൻ ഈസ് ക്യാൻ ഐ ലൂസ് വെയിറ്റ് വിതൗട്ട് വർക്കൗട്ട്, പോസിബിൾ. ആസ് യു ഹാവ് മെൻഷൻ, നമുക്ക് ലൈക്ക് ഒരു 1.5 gram ഓഫ് പ്രോട്ടീൻ വേണം, ലൈക്ക് മിനിമം 1.5 1.4 ആ ഒരു റീസണിൽ വേണം. അപ്പം ലൈക്ക് കമ്മിങ് ടു ദ കോമൺ പീപ്പിൾ, അവർക്ക് പ്രോട്ടീനും സപ്ലിമെൻറ്റ്സ് എടുക്കാൻ വളരെ പാടായിരിക്കും, ബിക്കോസ് ഇപ്പം എക്സ്പെൻസീവ് ആണ് അതൊക്കെ. അപ്പം സം നാച്ചുറൽ സോഴ്സ്, ആ നാച്ചുറൽ സോഴ്സിൽ നല്ല പ്രോട്ടീൻ ഇൻടേക്കും കിട്ടുന്നത്. സോ ബെസ്റ്റ് ഇപ്പോൾ നമുക്ക് പ്രോട്ടീനെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി, ഒന്ന് മോഡറേറ്റ് ക്വാളിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് പറയുന്നത് എപ്പോഴും അനിമൽ സോഴ്സസ് ആയിരിക്കും. കാരണം ഈ പ്രോട്ടീൻ ഹൈ ക്വാളിറ്റി എന്ന് പറയണമെങ്കിൽ ഒന്ന് നമ്മൾ കഴിക്കുന്ന ടോട്ടൽ ഫുഡിൽ എത്ര പെർസെൻറ്റേജ് പ്രോട്ടീൻ ഉണ്ട്, സെക്കൻഡ് അതിൽ എത്ര ക്വാളിറ്റീൻ്റെ അമിനോ ആസിഡ് ഉണ്ടെന്നാണ്. നമ്മുടെ ബോഡിക്ക് 9 അസെൻഷ്യൽ അമിനോ ആസിഡ് വേണം, അത് നമ്മൾ ഫുഡിൽ നിന്ന് കഴിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് എപ്പോഴും ഉണ്ടാവുക നോൺ വെജ് ഫുഡിൽ കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിരിക്കും. പ്രോട്ടീൻ്റെ കണ്ടന്റും കൂടുതലായിരിക്കും, അമിനോ ആസിഡ് പ്രൊഫൈലും എപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കും. ലൈക്ക് ചിക്കൻ, ഫിഷ്, എഗ്സ്, റെഡ് മീറ്റ് മോഡറേഷനിൽ കഴിക്കാം, ആൻഡ് ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഹൈ ക്വാളിറ്റി പ്രോട്ടീനിൽ വരും. ആൻഡ് ഇഫ് യു ആർ എ വെജിറ്റേറിയൻ ഓർ വീഗൻ, ദെൻ പ്ലാന്റ് പ്രോട്ടീനിൽ സോഴ്സസ് യൂസ് ചെയ്യാം, ലൈക്ക് സോയ് ചങ്ക്സ്, ടോഫു, പിന്നെ നമ്മുടെ ദാല്, പരിപ്പ്, കടല, ചെറുപയർ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ്. ഇതൊക്കെയാണ് ബെസ്റ്റ് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് പറയാൻ പറ്റുക. യാ. സോ വൺ ഫുഡ് ഐറ്റം വിച്ച് ഹാസ് ലൈക്ക് അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, ലൈക്ക് അതർ ദെൻ, ഇപ്പം എല്ലാവരും യൂഷ്വലി ബനാന പ്രിഫർ ചെയ്യും, ബാക്ക പ്രിഫർ ചെയ്യും. അതിനേക്കാളും വേറെ ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവം, അതിൽ നല്ലോണം പ്രോട്ടീൻ കണ്ടൻസ് ഉള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബനാന ഒരു പ്രോട്ടീൻ സോഴ്സ് അല്ല, അത് മിത്താണ്. അതെ, ബനാന ഒരു കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ആണ്. ബനാന ഇസ് റിച്ച് ഇൻ പൊട്ടാസ്യം. അപ്പോൾ നമ്മുടെ ബോഡിക്ക് സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം ഒക്കെ വേണം, മിനറൽസ്. അപ്പോൾ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബനാന. നമുക്ക് എനർജി തരാൻ ബനാന ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അധികം വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ബനാന എടുക്കുന്ന കാണും, അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇറ്റ്സ് പ്രോട്ടീൻ. ബട്ട് ആക്ച്വലി ബനാന ഇസ് നോട്ട് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ആണ്. ലൈക്ക് ഒരു 4-5 ബനാന കഴിക്കും, നല്ല പ്രോട്ടീനാണ്. ഇല്ല. സോ ബേസിക്കലി അത് നമുക്ക് എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലൈക്ക് കാർബോഹൈഡ്രേറ്റ്. എല്ലാ ഫ്രൂട്ട്സും മോസ്റ്റ്ലി കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് ഇല്ല ആക്ച്വലി. അപ്പോൾ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഇപ്പോൾ അതർ ദാൻ ഞാനിപ്പോൾ പറഞ്ഞ നോൺ വെജും ഓപ്ഷൻസ് അല്ലാതെ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ സ്പിരുലിന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സ്പിരുലിന എന്ന് പറഞ്ഞ ഒരു ആൽഗയാണ്, നമ്മൾ കടലിൽ കിട്ടുന്ന ഒരു ആൽഗയാണ്. അപ്പോൾ അത് നമുക്ക് ഈ മൊറിങ്ങ പൗഡർ ഉണ്ടല്ലോ, മൊറിങ്ങ പൗഡർ പോലെ വാങ്ങിക്കാൻ കിട്ടും പൗഡർ ഫോമിൽ. അപ്പോൾ ഈ സ്പേസിൽ പോകുന്നവരും അങ്ങനെയുള്ള ഈ ഹൈ പെർഫോമൻസ് അത്ലീറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് സ്പിരുലിനൻ്റെ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ പൗഡർ. അപ്പോൾ അതിൽ ഏകദേശം ഡ്രൈ വെയിറ്റിൽ 70% പ്രോട്ടീൻ ആണ്. അപ്പോൾ വൺ ഓഫ് ദ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു ഫുഡാണ് സ്പിരുലിന. പക്ഷെ നമുക്ക് ഓൺലി പ്രോബ്ലം ഈസ് നമുക്ക് ഈ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ അത് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. മേ ബി ഇൻ ഫ്യൂച്ചർ സയൻസ് അഡ്വാൻസ് ആകുമ്പോൾ നമുക്ക് അതിനെയും നല്ല രീതിയിൽ കൺസ്യൂം ചെയ്ത് നമ്മുടെ ഒരു വൺ ഓഫ് ദ മെയിൻ പ്രോട്ടീൻ സോഴ്സ് ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതിന്റെ അവൈലബിലിറ്റി എല്ലാവർക്കും സ്പിരുലിന കിട്ടും. ഇപ്പോൾ നമുക്ക് ഈസിലി ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്. ഐ തിങ്ക് കുറച്ച് കഴിഞ്ഞാൽ ഇനി സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വരും. അവൈലബിലിറ്റിക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല സ്പിരുലിന. പിന്നെന്ന് വെച്ചാൽ ആൾക്കാർ സ്ട്രിക്റ്റ് ഇപ്പം വർക്കൗട്ട്, ദേ മൈറ്റ് ഗോ ഫോർ ബോഡി ബിൽഡിംഗ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് അവർ ഷോ ഉണ്ടാവും. ഇസ് ചീറ്റ് മീൽസ് ഓക്കെ? ചീറ്റ് മീൽസ് ചിലവർ ചെയ്യുന്നുണ്ട്, ഒരു ദിവസം 2 ദിവസം എന്നൊക്കെ. അത് ഓക്കെ ആണോ നമ്മളെ ഹെൽത്ത്? ഫോർ എക്സാമ്പിൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ കാലറി ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയണം. ഓക്കെ, സോ ലെറ്റ്സ് സേ എൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മൈ കാലറി ബഡ്ജറ്റ് ഈസ് 2000 calories per day. അതിൽ എനിക്ക് ഇത്ര പ്രോട്ടീൻ, ഇത്ര കാർബ്സ് ഞാൻ ഡിവൈഡ് ചെയ്തു. ഓക്കെ, എനിത്തിങ് ദാറ്റ് ഫിറ്റ്സ് വിതിൻ ദിസ് 2000 calories ആൻഡ് മൈ പ്രോട്ടീൻ ഗോൾസ് ഐ ക്യാൻ ഹാവ്. അപ്പോൾ അതിന് എനിക്ക് ചീറ്റ് മീൽ എന്ന് സെപ്പറേറ്റ് നെയിം ചെയ്യണമെന്നില്ല, ബിക്കോസ് മൈ മൈൻഡ് നോസ് ദാറ്റ് ഇറ്റ്സ് എ ചീറ്റ് മീൽ. മൈ ബോഡി ഡസൻ നോ ദാറ്റ് ഇറ്റ്സ് എ ചീറ്റ് മീൽ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സമൂസ കഴിക്കുകയാണ്, ഞാനൊരു മുട്ട കഴിക്കുകയാണ്. മൈ മൈൻഡ് നോസ് ദാറ്റ് സമൂസ ഈസ് ബാഡ് ആൻഡ് എഗ് ഈസ് ഗുഡ്. പക്ഷേ മൈ ഗട്ട് ഡസൻ നോ ദാറ്റ്. മൈ ഗട്ട് നോസ് ദാറ്റ് ഓക്കെ സമൂസയിൽ ഇത്ര കാലറീസ് ഉണ്ട്, ഇത്ര കാർബ്സ് ഉണ്ട്, അങ്ങനെ മുട്ടയിൽ ഇത്ര കാലറീസ് ഉണ്ട്. സോ എൻ്റെ കാലറി ബഡ്ജറ്റിന് ഫിറ്റ് ആവുന്ന രീതിയിൽ ഏത് ഫുഡ് എടുത്താലും ഐ കനോട്ട് കോൾ ഇറ്റ് ആസ് എ ചീറ്റ് മീൽ. ഓക്കെ. അവിടെ ഇപ്പം സമൂസ എന്ന് പറയുമ്പോൾ മൈദ, അതിന്റെ കണ്ടന്റ്സ് ഉണ്ടാവല്ലോ, എഗ് ഇസ് റോ തിങ്. അപ്പം അത് സോ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ചൂസ് എഗ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നമുക്ക് സമൂസ മേ ബി ഐ എം എൻജോയിങ് ഇറ്റ് ആൻഡ് ഹാവിങ് ഇറ്റ്. എഗ് ഐ എം ഈറ്റിംഗ് ഇറ്റ് ഫോർ ദ ന്യൂട്രീഷണൽ വാല്യൂ. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് എ ബാലൻസ്. ഇപ്പോൾ എനിക്ക് എപ്പോഴും മുട്ട മാത്രം കഴിച്ചുകൊണ്ട് ഇഫ് ഐ എം മെന്റലി നോട്ട് ഹാപ്പി ദെൻ ഐ മെ നോട്ട് ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഐ ഷുഡ് ബി മെന്റലി ഹാപ്പി. അപ്പോൾ ഇഫ് വൺ സമൂസ ഇൻ എ വീക്ക് ഈസ് ഹെൽപ്പിംഗ് മീ ഫോർ എ ബാലൻസ്, എനിക്കിത് മടുക്കുന്നില്ല, എൻ്റെ മറ്റേ ഡയറ്റ് മടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഹൗ സമൂസ ഈസ് ഹെൽപ്പിംഗ്. അപ്പോൾ സമൂസ ഈസ് നോട്ട് ഫോർ ദ ന്യൂട്രീഷണൽ വാല്യൂ, സമൂസ ഈസ് ഫോർ മൈ പ്ലെഷർ.
ഓക്കെ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ യു ക്യാൻ ഈറ്റ് എവറിത്തിങ് വിച്ച് ഫിറ്റ്സ് ഇൻ യുവർ കാലറി ബജറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർ ഐ മീൻ ഷോസിൽ പോവും, ജിമ്മ് അത് ഇതൊക്കെ. അപ്പം അവർ ക്വിക്ക് റിസൾട്ടിന് വേണ്ടി അവർ സ്റ്റെറോയിഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ലൈക്ക് അവർ നല്ല ഫിറ്റായിട്ട് കാണും, ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് നോട്ട് അല്ലേ. ഇപ്പോൾ പുറമേ നിന്ന് ഔട്ട്സൈഡിൽ നിന്ന് ഫിറ്റായി കാണുന്ന ഒരാൾ ഇൻറ്റേർണലി ഫിറ്റ് ആയിരിക്കണം എന്നില്ല. അതേപോലെ പുറമേ നിന്ന് കുറച്ച് അൺഫിറ്റായിട്ട് കാണുന്ന ഒരാൾ മേ ബി ഇൻറ്റേർണലി ഫിറ്റ് ആയിരിക്കാം. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി സ്റ്റിറോയിഡ് എടുക്കുമ്പോൾ അതൊരു പ്രൊഫഷനാണ്. ആസ് എ പ്രൊഫഷണൽ റിക്വയർമെൻറ്റ് അത് ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് ജഡ്ജിങ് ദം. പക്ഷേ ഇഫ് യു ആർ ആസ്കിങ് മീ ഹെൽത്ത് വൈസ് ഇഫ് ഇറ്റ് ഈസ് ഇമ്പാക്ടിങ് ദം, ഡെഫിനറ്റ്ലി. അപ്പോൾ എനിക്കും ഒരുപാട് ക്ലയൻസ് ഉണ്ട് ഹു ഈസ് ഓൺ സ്റ്റിറോയിഡ്സ്. ഓക്കെ. അപ്പോൾ വെൻ ഐ ചെക്ക് ദർ റിപ്പോർട്ട്സ് കൊളസ്ട്രോൾ അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ഓഫ് ആയിരിക്കും. ഓക്കെ. ആൻഡ് അവർ PCT ഒക്കെ ചെയ്യും. എന്നാലും എ പേഴ്സൺ ഹു ഹാവ് നോട്ട് ടേക്കൻ സ്റ്റിറോയിഡ് ആൻഡ് ടേക്കൻ സ്റ്റിറോയിഡ്സ് അവരുടെ ബ്ലഡ് റിപ്പോർട്ട് എപ്പോഴും കുറച്ച് ഓഫ് തന്നെ ആയിരിക്കും. എസ്പെഷ്യലി ടെസ്റ്റോസ്റ്ററോൺ ലെവൽ അവരെടുക്കുന്ന മെയിൻലി ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്ററാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ബോഡീൻ്റെ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ കുറയും വെൻ യു ആർ ടേക്കിംഗ് എക്സ്റ്റേർണലി. സോ വൺസ് യു ഓഫ് ദ മെഡിക്കേഷൻ അവർക്ക് ഒരുപാട് സെക്ഷുവൽ ഹെൽത്തും പിന്നെ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇഫ് യു ആർ എവർ ഗെറ്റിംഗ് ഇൻ ടു ബോഡി ബിൽഡിംഗ് ആൻഡ് ഇഫ് യു ഹാവ് ടു ഗോ ഫോർ സ്റ്റിറോയിഡ്, ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് അത് നിങ്ങൾ ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ വൺ ടൈം തിങ്. ഒരു വൺ ടൈം എടുത്താൽ കുഴപ്പമില്ല, ഒരു പ്രാവശ്യം ബോഡി സെറ്റ് ചെയ്യാം സ്റ്റിറോയിഡ് എടുത്തിട്ട്. യൂസേജ് നിർത്തിയാൽ they will get back to the usual form. ഡെഫിനറ്റ്ലി മേ ബി ഈവൻ വേഴ്സ് ദാൻ ദാറ്റ്. കാരണം അതെ കാരണം ഇപ്പോൾ നിങ്ങൾ കുറേ ബോഡി ബിൽഡിങ്ങിന്ന് കാറ്റഗറിയിൽ നിന്ന് പുറത്ത് വന്ന കുറച്ച് ബോഡി ബിൽഡേഴ്സ് നോക്കിയാൽ ദേ ആർ അറ്റ് മേ ബി എ വെരി ബാഡ് ഫിസിക്കൽ കണ്ടീഷൻ. സോ അതെന്താണെന്ന് വെച്ചാൽ അവരുടെ നാച്ചുറൽ ബോഡിയുടെ ഫങ്ഷനിങ് ഡ്രോപ്പ് ആവുമല്ലോ. ടെസ്റ്റോസ്റ്ററോൺ ആണ് നമ്മുടെ എല്ലാ ഫീച്ചേഴ്സ്, മെയിൽ ഫീച്ചേഴ്സിനെ ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഈവൻ മെയിൽസ് മാത്രമല്ല, ഈവൻ ഫീമെയിൽസ് എടുത്ത് നോക്കിയാലും ദേ ആർ ഓൾസോ യൂസിങ് ടെസ്റ്റോസ്റ്ററോൺ. ഓക്കെ. ഇപ്പോൾ കോമ്പറ്റീഷൻ ഇപ്പം എനിക്ക് ഡൗട്ട് ഉണ്ട് ടെസ്റ്റോസ്റ്ററോൺ. അപ്പം എനിക്ക് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുമ്പോൾ മേ ബി എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി ആക്ച്വലി അതാണോ? ടെസ്റ്റോസ്റ്ററോൺ കൺട്രോൾസ് എവറിത്തിങ്. അതായത് നമ്മുടെ മസിൽ ഗ്രോത്ത് ആണെങ്കിലും നമ്മുടെ ബോൺ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും നമ്മുടെ ഹെയർ, സ്കിൻ, എവറി മെയിൽ ഫീച്ചർ നമുക്കുള്ളതൊക്കെ ടെസ്റ്റോസ്റ്ററോൺ ആണ്. ഈവൻ ഫീമെയിൽ ബോഡിയിലും ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്, പക്ഷേ ഇറ്റ്സ് എൻ എ വെരി ലെസ് എമൗണ്ട്. ഫീമെയിൽസിലുള്ളത് എന്ന് പറയുന്നത് എസ്ട്രോജനും പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോൺസ് ആണ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് തരുന്നത്. അപ്പോൾ എപ്പോൾ എൻ്റെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഡ്രോപ്പ് ആവുന്നോ എനിക്കുള്ള മാസ്കുലൈൻ അല്ലെങ്കിൽ മെയിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളും കുറയും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഓക്കെ, കമ്മിങ് ടു ദിസ്, കുറേ പേര് പറയുന്നുണ്ട് ലൈക്ക് മാസ്റ്റർബേറ്റിംഗ് 2 times a week is good and masturbating 6 times a week is really bad. Is it really true? അത് ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് വിച്ച് people have come up by themselves. Okay, maybe they don't want to do it so frequently. They are coming up with the number that okay 2 times ചെയ്താ കുഴപ്പമില്ല. Or somebody who wants to do every day, they are telling every day ചെയ്താ കുഴപ്പമില്ല, but don't do multiple times in a day. Okay. So it's something they come up because science doesn't say all this. Science എന്താ പറയുന്നതെന്ന് വെച്ചാൽ masturbating is just a sign of sexual health, good sexual health ആണ്. എപ്പോഴാണ് masturbation problem ആവുന്നത്? Okay. So if masturbation is controlling you, then masturbation is a problem. If you are controlling the masturbation, then masturbation is not a problem. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഒരു പേഴ്സണിന് കൺട്രോൾ ഇല്ലാതെ ദേ ആർ ഡൂയിങ് അറ്റ് റാൻഡം ടൈംസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ടിങ് ദം. അവർക്ക് ഭയങ്കര ലോ ഫീൽ ആവുന്നുണ്ട്. ദാറ്റ്സ് സംതിങ് പീപ്പിൾ കോമൺലി ഫേസ്. മാസ്റ്റർബേറ്റ് ചെയ്തതിന് ശേഷം ഭയങ്കര ലോ ഫീൽ ആവും. they feel regret, why did I do this? ആ ഒരു പ്രോബ്ലം ഉണ്ട്. സോ ഇഫ് ഇറ്റ് ഈസ് ഇമ്പാക്ടിങ് യു, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ then masturbation is bad. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് യു, ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ഇതിനെ ഓവർകം ചെയ്യാൻ മേ ബി യു ഫീൽ ലിറ്റിൽ റിലാക്സ്ഡ് അല്ലെങ്കിൽ യു ഗെറ്റ് ഗുഡ് സ്ലീപ്പ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു മീ മാസ്റ്റർബേഷൻ ഈസ് ഡെഫിനറ്റ്ലി നോട്ട് ബാഡ്. ഇറ്റ്സ് ജസ്റ്റ് എ സൈൻ ഓഫ് ഗുഡ് ഹെൽത്ത്. ഓക്കെ. ആൻഡ് കമ്മിങ് ടു ദ പോയിന്റ്, നമ്മൾ ഈ പ്രോട്ടീൻ ഇൻടേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദർ വിൽ ബി മെനി സപ്ലിമെൻറ്റ്സ്. ഇപ്പം കോമൺ പീപ്പിളിന് അഫോർഡ് ചെയ്യുന്ന പറ്റുന്ന സപ്ലിമെൻറ്റ്സ് ഉണ്ടാവും മാർക്കറ്റിൽ. ഇപ്പം കുറേ ബ്രാൻഡ്സ് ഉണ്ട്, ഹൺഡ്രഡ്സ് ഓഫ് ബ്രാൻഡ്സ് ഉണ്ട് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്, പ്രോട്ടീൻ കൊടുക്കുന്ന ബ്രാൻഡ്സ് ഒക്കെ. അപ്പം വിച്ച് ഡു യു തിങ്ക് ഇസ് ഐഡിയൽ? ലൈക്ക് ഒരു കോമൺ പേഴ്സൺ, ഫോർ എക്സാമ്പിൾ മീ, എനിക്കിപ്പം എനിക്ക് നല്ലൊരു പ്രോട്ടീൻ ഇൻടേക്ക്, എനിക്ക് ഫുഡിൽ പ്രോട്ടീൻ ഇൻടേക്ക് എടുത്താൽ ഐ നീഡ് ലൈക്ക് കുറേ കാശ് വേണം ഒബ്വിയസ്ലി. അപ്പോൾ ഒരു ഡെയിലി ഇഫ് ഐ വോണ്ട് ടു അച്ചീവ് ലൈക്ക് 150, അപ്പം അതിന് കുറേ ഫുഡ് കഴിക്കണം. അതിൻ്റെ അടുക്ക് ഒരു സ്കൂപ്പ് ഓഫ് പ്രോട്ടീനിൽ ഓൾമോസ്റ്റ് 25 grams 30 grams പ്രോട്ടീൻ ഉണ്ടാവും. അപ്പം വാട്ട് ഡു യു തിങ്ക് ഇസ് ഐഡിയൽ ഫോർ എ കോമൺ മാൻ? സോ ഇപ്പോൾ ഒരു കോമൺ പേഴ്സൺ, അതായത് ബഡ്ജറ്റ് കുറച്ച് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സോ വേ പ്രോട്ടീൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമല്ല.
സോ ബിക്കോസ് നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫുഡിൽ നിന്ന് അത്യാവശ്യം കിട്ടും. എസ്പെഷ്യലി ഒരു നോൺ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ, ഫിഷ്, എഗ്ഗിൽ തന്നെ അത്യാവശ്യം നമുക്ക് നമ്മുടെ ബേസിക് പ്രോട്ടീൻ ഇൻടേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മേ ബി ഇഫ് യു ആർ എ വെജിറ്റേറിയൻ അല്ലെങ്കിൽ ഫോർ സം റീസൺ യു കനോട്ട് ഈറ്റ് ടു മെനി ഫുഡ് സോഴ്സസ്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ യു ക്യാൻ കൺസിഡർ വേ പ്രോട്ടീൻ. അവർ ബോഡി ഡസൻ നോ ദാറ്റ് ദിസ് ഈസ് എഗ് ഓർ ദിസ് ഈസ് വേ പ്രോട്ടീൻ. അവർ ബോഡി നോസ് ഇത് ഇത്ര ഗ്രാം പ്രോട്ടീൻ തരുന്നുണ്ട്, ഇത് ഇത്ര ഗ്രാം പ്രോട്ടീൻ തരുന്നുണ്ട്. സോ എനിത്തിങ് ദാറ്റ് ഹെൽപ്സ് നമ്മുടെ ടോട്ടൽ പ്രോട്ടീൻ ഇൻടേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ദാറ്റ് ഈസ് ഫൈൻ ഫോർ എസ്. ജസ്റ്റ് ഇൻ കേസ് ഇഫ് യു ഹാഡ് ടു ഗോ ഫോർ എ പ്രോട്ടീൻ ബ്രാൻഡ്, ജസ്റ്റ് മേക്ക് ഷുവർ യു ആർ നോട്ട് ഗോയിങ് ഫോർ എനിത്തിങ് ചീപ്പ്. പൈസ കുറവാണെന്ന് വെച്ചിട്ട് ലോക്കൽ ചീപ്പ് ബ്രാൻഡ് യൂസ് ചെയ്ത് ഹെൽത്ത് മോശമാക്കുന്നതിനേക്കാളും നല്ലതാണ് പ്രോട്ടീൻ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ഫുഡിൽ നിന്ന് മാത്രം കഴിച്ചാലും കുഴപ്പമില്ല. ഇഫ് യു ഹാവ് ടു ബൈ എ സപ്ലിമെൻറ്റ്, മേക്ക് ഷുവർ ഇറ്റ്സ് എ വെരി ഗുഡ് സപ്ലിമെൻറ്റ്. എല്ലാ രീതിയിലുള്ള ട്രസ്റ്റിഫൈഡ് അങ്ങനെയുള്ള എല്ലാ പ്രോപ്പർ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു ബ്രാൻഡ് ആയിരിക്കണം. ലൈക്ക് ക്യാൻ യു നെയിം എ ബ്രാൻഡ്, ഏതെങ്കിലും ഒരു ബ്രാൻഡ്? സോ ഇപ്പം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് മസിൽ ബ്ലേസ് എന്ന ബ്രാൻഡാണ്. ഇറ്റ്സ് ദെയർ സിൻസ് 14 years ആയിട്ട് ഇന്ത്യയിലുണ്ട്. ആൻഡ് അവരുടെ എല്ലാ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസും ക്ലിയർ ആണ്. അവർക്ക് USDA അപ്രൂവൽ ഉണ്ട്, ട്രസ്റ്റിഫൈഡ് ആണ്, ആൻഡ് അവരുടെ പ്രോട്ടീൻ ക്വാളിറ്റി വളരെ നല്ലതാണ്. വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. സോ ഇഫ് യു ആസ്ക് മീ, മസിൽ ബ്ലേസിൻ്റെ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ മസിൽ ബ്ലേസ് പെർഫോമൻസ് വേ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മസിൽ ബ്ലേസിൻ്റെ ഐസൊലേറ്റ് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ. സോ ഇപ്പം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ദേ നീഡ് ജസ്റ്റ് പ്രോട്ടീൻ മാത്രം പോരാ, അവർക്ക് കുറേ വൈറ്റമിൻസും ന്യൂട്രിയൻസ് ഒക്കെ വേണം. അപ്പം വാട്ട് ആർ ദ ഐഡിയൽ തിങ്സ്? ഇപ്പം ദർ ആർ ഫിഷ് ഓയിൽ, പിന്നെ ഇതുണ്ട് നമ്മുടെ ക്രിയേറ്റിൻ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പം എന്താ ഐഡിയൽ തിങ് വാട്ട് എ പേഴ്സൺ ഷുഡ് കൺസ്യൂം? അണ്ടർസ്റ്റുഡ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങളുടെ ഡയറ്റിൽ മീറ്റ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, കുറച്ചൊക്കെ ഗ്രെയിൻസ് ഉണ്ട്. യു ആർ ഓൺ എ ബാലൻസ്ഡ് ഡയറ്റ്. നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ഏകദേശം എല്ലാ ന്യൂട്രിയൻസും ഒരു ബാലൻസ്ഡ് ഡയറ്റിന് കവർ ചെയ്യാൻ പറ്റും, എക്സെപ്റ്റ് ഫോർ വൺ തിങ്, ക്രിയാറ്റിൻ. കാരണം ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഡെയിലി 3 to 5 grams വേണം. ആൻഡ് ഇഫ് യു ഹാവ് ടു ഗെറ്റ് 3 grams ഓഫ് ക്രിയാറ്റിൻ ഫ്രം ഫുഡ്, 1 kilo ചിക്കൻ കഴിക്കണം, വിച്ച് ഈസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. അതേ സമയത്ത് ഇഫ് ഇറ്റ് ഈസ് 100 gram പ്രോട്ടീൻ, നമുക്ക് 100 gram പ്രോട്ടീൻ കഴിക്കാൻ മേ ബി യു ഈറ്റ് 4-5 eggs, 200 gram ചിക്കൻ, മേ ബി സം 100-200 gram ഫിഷ്, യു ആർ കംപ്ലീറ്റഡ്. പക്ഷേ ക്രിയാറ്റിൻ നമുക്ക് ഡെയിലി ഡോസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ among all the supplements, if you ask me something which is very very important we cannot get from food, creatine monohydrate, അത് മൈക്രോനൈസ്ഡ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. 3 to 5 grams മതിയാവും, അതിനേക്കാളും കൂടുതൽ വേണ്ട. ആൻഡ് ഇപ്പോൾ ഹെവി വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കും എടുക്കാം, ക്രിയാറ്റിൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ക്രിയാറ്റിൻ എടുക്കുന്നതിനേക്കാളും മുമ്പ് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ആൻഡ് നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. പാരാമീറ്റേഴ്സ് ഓക്കെ ആണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് 3 to 5 grams per day. ഓക്കെ. ഞാനിപ്പം കണ്ടായിരുന്നു, ഇപ്പം ദർ ആർ ആഡ്സിൽ പറയും എൻ്റെ അമ്മ ക്രിയേറ്റിൻ എടുക്കുന്നുണ്ട്, അച്ഛൻ എടുക്കുന്നുണ്ട്. ഇസ് ഇറ്റ് ഗുഡ്? നോർമൽ പീപ്പിളിനും എടുക്കാം. ബിക്കോസ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഫോർ മസിൽ ബിൽഡിങ്. ദാറ്റ്സ് നോട്ട് ട്രൂ. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നമുക്ക് ഒരു പ്രോപ്പർ ബാലൻസ്ഡ് സ്ട്രെങ്ത് ത്രൂ ഔട്ട് ദ ഡേ എനർജി പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ്ലി ക്രിയാറ്റിൻ ഓൾസോ ഹെൽപ്സ് ഇൻ ബ്രെയിൻ പെർഫോമൻസ്. ഓക്കെ, അതായത് നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് ഫോക്കസ് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോ ക്രിയാറ്റിൻ എനിബഡി ക്യാൻ ടേക്ക് അബവ് ദ ഏജ് ഓഫ് 18. ഓക്കെ, എനിക്കിപ്പോൾ അധികം കുറേ പേര് പിള്ളേർ മെസ്സേജ് അയക്കുന്നുണ്ട് ബിഫോർ 18. ബിഫോർ 18 എടുക്കാൻ പാടില്ല എന്നല്ല, മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ നീഡ്. സോ ബിഫോർ 18 മാക്സിമം ഫസ്റ്റ് നിങ്ങൾ ഫുഡിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കൂ. ഓക്കെ, ഫുഡിന്ന് കംപ്ലീറ്റ് ആയാൽ ഇഫ് യു ആർ ഇൻ ടു അത്ലറ്റിക് ലെവൽ അങ്ങനെ ഉണ്ടെങ്കിൽ മേ ബി ബിഫോർ 18 യു ക്യാൻ ടേക്ക്. അതർവൈസ് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ യു ഗോ ഫോർ എനി സപ്ലിമെൻറ്റ്സ്. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ യു ടേക്ക് ഇറ്റ് ആഫ്റ്റർ 18. ടിൽ ദെൻ പറ്റുന്നത്രയും ഫുഡിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. പിന്നെയുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ വിച്ച് ഇസ് ട്രെൻഡിങ്, ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് ഫിഷ് ഓയിൽ. അത് നമ്മളെ ബോൺ ഹെൽത്തിനും ബെനിഫിറ്റ് ആവും, ലൈക്ക് ഇൻഫ്ലമേഷൻ എല്ലാത്തിനും നല്ലതാണ്. അപ്പം ഫിഷ് ഓയിൽ ഇൻടേക്ക്. സോ ഇപ്പോൾ ഒരു നമ്മുടെ കേരളത്തിലെ ആൾക്കാർ വെച്ച് നോക്കുവാണെങ്കിൽ വി ആർ എ ഫിഷ് ഈറ്റർ അല്ലേ, നമ്മൾ അധികം ഫിഷ് കഴിക്കുന്നുണ്ട്. സോ ഇഫ് യു ഈറ്റ് ഫിഷ് ഒരു വീക്കിൽ 3-4 times ഫിഷ് കഴിക്കുന്നുണ്ടെങ്കിൽ ഫിഷ് ഓയിൽ ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ യു. നിങ്ങൾ ഫ്രീ, കാരണം ഫിഷ് ഈസ് വൺ ഓഫ് ദ മെയിൻ സോഴ്സ് ഓഫ് omega-3. വേറെ ഇപ്പോൾ സീഡ്സ് ഒക്കെ ലൈക്ക് ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ് ഒക്കെ ഉണ്ടെങ്കിൽ ദ എമൗണ്ട് ഓഫ് omega-3 ഈസ് വെരി ലെസ്. അപ്പോൾ മെയിൻലി ഒരു ഹൈ ഫിഷ് ഈറ്റർക്ക് മാത്രമാണ് ആവശ്യത്തിന് omega-3 നാച്ചുറലി കിട്ടാൻ പറ്റുക. until and unless നിങ്ങൾ അത്ര ഫിഷ് ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ടേക്കിംഗ് ഫിഷ് ഓയിൽ ഒരു 1000 mg per day. അതിൽ EPA and DHA കോമ്പിനേഷൻ അറ്റ്ലീസ്റ്റ് ഒരു 500 mg-നേക്കാളും കൂടുതലായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഫിഷ് ഓയിൽ വാങ്ങിച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ലൈക്ക് ഞാൻ വേറൊരു കാര്യം കേട്ടായിരുന്നു. സോ ഈ സാൽമണും ടൂണ അതിൽ നിന്നാണ് ഈ omega-3 കണ്ടന്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അത് ശരിക്കുമാണോ? കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന ലൈക്ക് വി ഗെറ്റ് അയില കിട്ടുന്ന ആക്ച്വലി മത്തിയിൽ നല്ല ക്വാണ്ടിറ്റി omega-3 ഉണ്ട്. ജസ്റ്റ് ബിക്കോസ് സാൽമൺ എന്ന് പറയുന്നത് കുറച്ച് പോഷാണ്, കേൾക്കാൻ ഒരു പോഷാണ്. ആൻഡ് അങ്ങനെ ആ ഒരു ലെവല് വേറെയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് സാൽമണിൻ്റെ പേര് കൂടുതൽ. ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഒക്കെ കൂടുതലും സാൽമനൊക്കെയാണ് ഈസിയിൽ എല്ലാവർക്കും അവൈലബിൾ ഉണ്ടാവുക. സോ ദാറ്റ്സ് വൺ റീസൺ സാൽമൺ ഈസ് ഹൈലൈറ്റഡ്. സാൽമൺ ഉണ്ട്, omega-3 ഉണ്ട്, ബട്ട് നമ്മളെ പോലെ സാധാരണക്കാർക്കൊന്നും സാൽമണോ ടൂണോ ഒന്നും കഴിക്കണമെന്നില്ല, മത്തി കഴിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റീന് പറഞ്ഞു, ഫിഷ് ഓയിൽ പറഞ്ഞു. അപ്പം ഒരാൾക്ക് ഇത് എടുക്കണമെങ്കിൽ വാട്ട് ഈസ് ദ ബെസ്റ്റ് യു വുഡ് റെക്കമെൻഡ്? ഞാൻ ഒരുപാട് വർഷമായിട്ട് ക്രിയാറ്റിൻ മസിൽ ബ്ലേസിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ പ്രോഡക്ട്സും മസിൽ ബ്ലേസിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ക്രിയാമ്പ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അത് മൈക്രോനൈസ്ഡ് ആണ്. ഈ ക്രിയാമ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു പേറ്റന്റ് ആണ്, അതായത് അബ്സോർപ്ഷൻ റേറ്റ് കുറച്ചും കൂടി കൂട്ടിയിട്ടുള്ള ഒരു പേറ്റന്റ് ആണ്. ആർക്കും എടുക്കാൻ പറ്റൂല അത്? ആർക്കും എടുക്കാൻ പറ്റും. പേറ്റന്റ് എടുക്കാൻ പറ്റില്ല, അവരുടെ പേറ്റന്റ് ആണ്. ആ മസിൽ ബ്ലേസ് എന്ന കമ്പനിയുടെ പേറ്റന്റ് ആണ് ക്രിയാമ്പ്. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ഫോമാണ്, നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലാണ് ഉള്ളത്. അതുകൊണ്ട് ആൻഡ് ദെൻ യു ക്യാൻ ഗോ ലൈക്ക് മസിൽ ബ്ലേസ് തന്നെ എടുക്കണം എന്ന് ഞാൻ പറയില്ല. ഐ എം ജസ്റ്റ് യൂസിങ് ഇറ്റ്. ഇപ്പോൾ വേറെ അതിനേക്കാളും അല്ലെങ്കിൽ അതേ ലെവലിലുള്ള ഓപ്ഷൻസ് ഉണ്ട്, യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. അപ്പോൾ ഞാൻ കാസർഗോഡാണ്. അപ്പോൾ ഈ കാസർഗോഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡെന്ന് വെച്ചാൽ ചർമുറും അവിൽ മിൽക്കും. സത്യം പറഞ്ഞാൽ അത് ഞാൻ വീട്ടിലിപ്പം ഫുഡ് ഇല്ലെങ്കിൽ രാത്രി അതുണ്ടാക്കും, കഴിക്കും. അത് നമുക്ക് ഹെൽത്തിന് നല്ലതാണോ? ചർമുറ അവിൽ മിൽക്കും എൻ്റെയും ഫേവറേറ്റ് ഫുഡാണ്. ഞാനും കാസർഗോഡുകാരനാണല്ലോ. പക്ഷേ ഇപ്പോൾ ഹെൽത്ത് വൈസ് പറയാന്നുണ്ടെങ്കിൽ ചർമുറിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ പൊരി ഉണ്ടല്ലോ, പൊരി ഭയങ്കര ലോ കാലറിയാണ്. അത് കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്യുന്നതിൽ. പക്ഷെ പ്രോബ്ലം എവിടെയെന്ന് വെച്ചാൽ എണ്ണ, നല്ല എണ്ണ ഇടും. അപ്പോൾ വീട്ടിലുണ്ടാക്കാന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ചിട്ട് ചർമുറു ആക്കിയാൽ സെറ്റ് സാധനം. അതിലേക്ക് വേണമെങ്കിൽ കുറച്ചൊരു ബുൾസൈ അല്ലെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ട പിന്നെ പ്രോട്ടീൻ സെറ്റായി. പിന്നെ അവിൽ മിൽക്ക് എന്ന് വരുമ്പോൾ അവിൽ മിൽക്ക് ഒരു എന്താ പറയുക വികാരമാണ്. നമുക്കൊരു വികാരമാണ്. അവിൽ മിൽക്കിലും അത്യാവശ്യം എല്ലാ ഐറ്റംസും ഹെൽത്തിയാണ്. പഴം, പീനട്ട്സ്, പാല്, അവില് ഒന്നും കുഴപ്പമില്ല. ഷുഗർ കുറച്ച് എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്നും കുടിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർ അവിൽ മിൽക്ക് കുടിക്കുക, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡെയിലി അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷുഗർലെസ് അവിൽ മിൽക്ക് എല്ലാം ചോദിച്ചപ്പോൾ ചെയ്തു തരുന്നുണ്ട്. എല്ലാം നമ്മളിപ്പോൾ അതിലിടുന്നത് എനിക്കൊരു ഡൗട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ ബനാന യൂസ് ചെയ്യും, ബനാനയിൽ നല്ലോണം ഷുഗർ, അത് നാച്ചുറൽ ഷുഗർ എന്ന് പറയും, അത് നല്ലതാണ്. ഈ നമ്മുടെ ശരീരത്തിന് നാച്ചുറൽ ഷുഗറും വൈറ്റ് ഷുഗറും ഒന്നും അറിയാൻ പറ്റില്ല എത്ര ഷുഗർ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ടീസ്പൂൺ ഷുഗറിൽ നമ്മൾക്ക് 20 കാലറീസ്, 5 ഗ്രാം ഷുഗറാണ് വരുന്നത്. അപ്പോൾ ഒരു ബനാനയിൽ അതിനേക്കാളും ഷുഗർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അത് ആർട്ടിഫിഷ്യൽ, ഇത് നാച്ചുറൽ. പക്ഷെ നമ്മുടെ ബോഡിക്ക് അതറിയില്ല, നാച്ചുറൽ ആർട്ടിഫിഷ്യൽ ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ടോട്ടൽ ഷുഗർ കണ്ടന്റ് കുറയ്ക്കാം. നമുക്ക് പഴം ഇല്ലാതെ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഷുഗർ ഇല്ലാതെ അവിൽ മിൽക്ക് ഉണ്ടാക്കാം. അവർ യൂസ് ചെയ്യുന്ന പഴം എന്ന് വെച്ചാൽ മൈസൂർ പഴം. അതിൽ ഏറ്റവും കൂടുതൽ ഷുഗർ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയും. അതായത് നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ എത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഷുഗർ ഇൻക്രീസ് ആവും. അപ്പോൾ അത് ഏറ്റവും കൂടുതലുള്ളത് മൈസൂർ പഴത്തിലും പിന്നെ നമ്മുടെ നേന്ത്രപ്പഴത്തിലാണ്. അപ്പോൾ കദളിപ്പഴത്തിലാണ് കുറച്ചും കൂടി കുറവ്. ഓക്കെ, അപ്പോൾ അത് നല്ലതാണ്. പിന്നെ അതെ, യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വല്ലപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഭയങ്കര ഹെൽത്ത് ഫ്രീക്ക് ആണെന്നുണ്ടെങ്കിൽ ഷുഗർ കട്ട് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത്ര ടൈം ഞാൻ രാവിലെ ജിമ്മിൽ വരും, ഒരു പഴം കഴിച്ചിട്ടാണ് വരുന്നത്. ഇനി അത് ഒഴിവാക്കണം? ഇല്ല, ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വർക്കൗട്ടിന് മുമ്പ് പ്രോട്ടീൻ നല്ല എനർജി കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് എന്നാണ്. നിങ്ങളൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എനർജി വരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മസിലിൻ്റെ ഉള്ളിലും ലിവറിലൊക്കെ സ്റ്റോർ ആയിട്ടുണ്ടാവും. ആടുന്നാണ് എനർജി. ഇപ്പോൾ ഒരു 20 kg ഡംബിൾ എടുത്ത് പൊക്കണമെന്നുണ്ടെങ്കിൽ ആ പഴത്തുനിന്ന് നമുക്ക് എനർജി കിട്ടും. അപ്പോൾ നിങ്ങളൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നെങ്കിൽ പഴം കഴിച്ചു വരുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ്. അതുപോലെ തന്നെ കാസർഗോഡിൽ ചർമുറിൻ്റെ കൂടെ സൂപ്പ് ഇടലുണ്ട്, അതൊരു വികാരമാണ് സത്യം പറഞ്ഞത്. അതെ അതെ, സൂപ്പ് എന്ന് പറയുന്നത് മട്ടൺ സൂപ്പാണ്. മട്ടന് പ്രോട്ടീനാണ്. പക്ഷെ കോമഡി എന്താന്ന് വെച്ചാല് മട്ടൺ സൂപ്പിൽ മട്ടൻ ഇല്ല. മട്ടൻ ഉണ്ടാകുന്നുണ്ടാവും ഇല്ല സൂപ്പിൽ. മട്ടന്റെ എല്ല് കുറച്ചുണ്ടാവും, അത് ഒരു പീസ് കിട്ടിയാലായി അങ്ങനെ. പിന്നെ അവര് മെയിൻലി മാഗി ക്യൂബും പിന്നെ നമ്മളെ കോൺഫ്ലോർ ഒക്കെ ഇട്ടിട്ടാണ് ആ തിക്നെസ് വരുന്നത്. അപ്പോൾ ശരിക്കും മട്ടൺ സൂപ്പ് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്തുണ്ടാകുക, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പ്രോപ്പർ മട്ടൺ സൂപ്പ് ചെയ്ത് തരാണെങ്കിൽ ബെസ്റ്റാണ് ഹെൽത്തിന്. പിന്നെ കാസർഗോഡ് എന്ന് പറയുമ്പം ഇവിടെ അൽഫാം ഒക്കെ ഭയങ്കര അടിപൊളിയാണ്, അൽഫാം ഷവായി എന്നൊക്കെ. അപ്പോൾ ഞാൻ ഒരു കാര്യം കേട്ടേനു, ഈ അൽഫാം നല്ലോണം വേവിച്ചാൽ അതിൽ ലൈക്ക് ആ ഒരു കരിയുമല്ലോ, അത് ക്യാൻസറിന്. അത് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ഫുഡും കരിയിച്ചാൽ നമുക്കത് ഒരു കാർസിനോജനിക് കോമ്പൗണ്ട് ആണത്. പക്ഷെ അത് ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ എടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡെയിലി ഷവർമ വെച്ചിട്ട് ആ കരിയിച്ച രീതിയിലാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് പോസിബിലിറ്റീസ് കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഒരു ക്വാർട്ടർ അൽഫാം വെച്ച് കഴിച്ചെന്ന് വെച്ചിട്ട് നമുക്ക് ക്യാൻസർ ഒന്നും വരാൻ പോകുന്നില്ല. ഇൻഫാക്ട് കുറച്ച് മസിൽ ബിൽഡ് ചെയ്യാം. അതേപോലെ ഷവായി ആണോ നല്ലത്, അൽഫാം ആണോ നല്ലത്?
ഷവായ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. കാരണം പറഞ്ഞാൽ സ്ലോ കുക്കിംഗ് ആണ് ഷവായ. പ്ലസ് ഷവായയിൽ നമ്മൾ മസാല, ചിലയിടത്തൊക്കെ ഈ ഷവായ നല്ല മസാല വെച്ച് തരും. മസാല പ്രശ്നമാണ്, ഭയങ്കര ഹൈ കാലറി ഫാറ്റ് ആണ് അത് ബേസിക്കലി മസാല. അതിന്റെ ഫാറ്റ് കോഴിയിലല്ല, അത് അവർ ഉണ്ടാക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ്. പിന്നെ അതിൽ അത്യാവശ്യം ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് അവർ ആ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മസാല ഒഴിവാക്കിയിട്ട് മസാല ഇല്ലാത്ത ഷവായ ആണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഈ ഷവായ എന്നൊക്കെ പറയുമ്പോൾ കുബൂസ്, മയനൈസ് അതൊക്കെ വരും. സത്യം പറഞ്ഞ മയനൈസ് എല്ലായിടത്തും കേട്ടു ഏറ്റവും ബാഡാണ് അടിക്കുന്നത് ബിക്കോസ് ഓഫ് ഓയിൽ. അതെ അതെ, മയോണീസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സൺഫ്ലവർ ഓയിൽ മെയിൻ കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സീഡ് ഓയിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അത്യാവശ്യം ഷുഗറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോൾ മയോണീസ് നിങ്ങൾ റെസ്റ്റോറൻറ്റ് പോയി കഴിക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ മയോണീസിൽ നിങ്ങൾക്കൊരു ഷവർമ കഴിക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇല്ലെങ്കിൽ വല്ലപ്പോഴും കഴിക്കാം. നിങ്ങൾ മയോണീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി പറയാം. 2 ബോയിൽഡ് മുട്ട, കുറച്ച് ഗാർലിക്, 1-2 അല്ലി നമ്മുടെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 2 സ്പൂണ് ഒലിവ് ഓയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ അടിപൊളി മയോണീസ്. മറ്റേ ഷോപ്പിൽ ഉണ്ടാക്കിയതിൽ ഇത് അടുത്തടുത്ത് വെച്ചാൽ അറിയാൻ പറ്റില്ല ഏതാ, അത്ര ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ നിങ്ങൾ എത്ര വേണമെങ്കിൽ കഴിച്ചോ, കാരണം എന്താ ഫുള്ള് പ്രോട്ടീനാണ്. പക്ഷെ ഷോപ്പിൽ ഉണ്ടാക്കുന്നത് കഴിക്കുമ്പോൾ കുറച്ചൊന്ന് ക്വാണ്ടിറ്റി. അതേപോലെ ഇപ്പം കുറേ വരുന്നുണ്ട് ലൈക്ക് വെജ് മയോണൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ലോ കാലറി മയോണൈസ് ഒക്കെ വരുന്നുണ്ട്. വെജ് മയോണൈസ് ഉണ്ടാക്കുന്ന പനീർ വെച്ചിട്ടാണ്, പക്ഷെ അത് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടൂല. നമ്മൾ വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. സെയിം മെത്തഡ് ഞാൻ നേരത്തെ പറഞ്ഞ മുട്ട ആഡ് ചെയ്യുന്നതിന് പകരം പനീർ, കുറച്ച് സോൾട്ട്, ഗാർലിക് ഒരു 2 അല്ലി, പിന്നെ 2 സ്പൂൺ ഒലിവ് ഓയിൽ ഇട്ട് അടിച്ചാൽ വെജ് മയോണൈസ് റെഡി. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ ഈ മയനൈസും ഷവായും പൊറോട്ടൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ബാലൻസ് ആവുന്നില്ലല്ലോ. അതെ, അപ്പോൾ നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് അല്ലെങ്കിൽ ഹെൽത്ത് ഓറിയന്റഡ് എന്നുള്ള രീതിയിലാണ് പോകുന്നെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു കൺട്രോൾ വേണ്ടി വരും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാലറി കാൽക്കുലേറ്റഡ് ആയിട്ട് നമ്മുടെ കാലറിയിലൊക്കെ ബാലൻസ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഇത് കഴിക്കുന്നെങ്കിൽ സ്മാർട്ടായിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം റിസൾട്ടും ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ തോന്നിയ പോലെ ഫുഡ് കഴിക്കുന്നു, വന്നിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഇപ്പം ഈ കേരളത്തിൽ ഒരു ഫുഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോഴിക്കോടാണ്. പിന്നെ നമ്മൾ കാസർഗോഡ് ഇപ്പം ഭയങ്കര എക്സ്പാൻഡ് ആവുന്നുണ്ട്. കാസർഗോഡിൽ കുറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ്. ഇപ്പം മന്തി കുറേ ഉണ്ട് കാസർഗോഡിൽ. ഈ മന്തി ഷോപ്പ് കൂടുന്നിടത്ത് ലൈക്ക് കാസർഗോഡിലാണ് മന്തി ഷോപ്പ് കൂടുന്നുണ്ട്, ഹോസ്പിറ്റൽസ് കൂടുന്നുണ്ട്, ജിമ്മ് കൂടുന്നുണ്ട്. ആൾക്കാരെന്താക്കും, ഹെൽത്ത് ലൈഫ് സ്റ്റൈൽ നോക്കാൻ വേണ്ടിയിട്ട് ജിമ്മിലോട്ടോ മന്തി കഴിക്കും, ഹോസ്പിറ്റലിലോട്ടോ. അതൊരു ലൂപ്പാണ്. കറക്റ്റ്, അതൊരു ലൂപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കോടും കാസർഗോഡിലുള്ള ആൾക്കാർക്ക് ഫുഡ് എന്ന് പറയുന്നത് എനർജി അല്ല, ഇമോഷൻ, വികാരമാണ്. ഓക്കെ, അപ്പോൾ ഫുഡ് ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യം ആൾക്കാർക്ക് ആലോചിക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഓക്കെ കഴിക്കുന്ന ഇത് കുറച്ച് ഹെൽത്ത് എങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ജിമ്മിൽ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ അതെ, എത്ര നമ്മൾ ഈ അൺഹെൽത്തി ഒരുപാട് കഴിച്ചിട്ട് എന്ത് വർക്കൗട്ട് ചെയ്താലും നമ്മൾ പിന്നെ എത്തുന്നത് ഹോസ്പിറ്റലിലോട്ടായിരിക്കും. അത് പിന്നെ ആ സൈക്കിള് ഇതാവും. നിങ്ങൾക്ക് ഇതിന്നൊരു ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഞാൻ മെത്തഡ് പറയാം, നിങ്ങൾക്ക് എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ജിമ്മ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഹാബിറ്റ് ആക്കാം. ഇത് എനിക്ക് ഇത്ര വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്ര മസിൽ വരാൻ വേണ്ടിയിട്ടെന്ന് പോകുന്ന ഒരു സ്ഥലമാവാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്കൊരു ഗോൾ ഉള്ളത് നല്ലതാണ്, പക്ഷേ അത് എന്താ ഞാൻ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമായിരിക്കണം. പ്ലസ് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് എന്നുള്ള ഒരു സെപ്പറേഷൻ നമുക്ക് ആവശ്യമില്ല. എനിക്ക് ശരീരത്തിന് ഏതാ നല്ലത് അതിലോട്ട് കൂടുതൽ അതും ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സാലഡ് കഴിക്കുകയാണെങ്കിലും സാലഡ് ഞാൻ ബോറടിച്ച് കഴിച്ചാൽ ഞാൻ കുറച്ച് ദിവസം കഴിച്ച് നിർത്തും. അത് ഞാൻ എൻജോയ് ചെയ്യാൻ പഠിക്കണം. ഞാനിപ്പോൾ എങ്ങനെയാണ് ഒരു ഷവർമ എൻജോയ് ചെയ്യുന്നത് അതേപോലെ എനിക്ക് ഹെൽത്തി ഫുഡും ഫ്രൂട്ട് കഴിക്കുന്നതും മുട്ട കഴിക്കുന്നതും എല്ലാം എൻജോയ് ചെയ്യണം. ഈ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ഒരു വല്ലപ്പോഴും ഒരു ജങ്ക് ഫുഡ് കഴിച്ചാലും നമുക്ക് ഹെൽത്തി ആയിരുന്നു നമ്മുടെ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ലൈക്ക് ഐഡിയലി പീപ്പിൾ അത് വേരി ആവുന്നുണ്ട്. ചിലവർ പറയുന്നത് 3 ദിവസം വർക്കൗട്ട് ചെയ്താൽ മതി, ചിലവർ പറയുന്നത് 4 ദിവസം വർക്കൗട്ട് ചെയ്താൽ, ചിലവർ പറയുന്നത് 6 ദിവസം വർക്കൗട്ട് ചെയ്യണമെന്ന്. പക്ഷെ അതേപോലെ ഈ ക്രിയേറ്റിൻ ഇൻടേക്ക് ഉണ്ടല്ലോ, വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽ റിക്കവറിക്ക് ക്രിയേറ്റിൻ എടുക്കണം എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ലൈക്ക് ഇൻറ്റൻസ് വർക്കൗട്ട്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ദർ ആർ മൾട്ടിപ്പിൾ സ്പ്ലിറ്റ്സ് അല്ലേ, ബ്രോ സ്പ്ലിറ്റ്, പുഷ് പുൾ ലെഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കുറേ നമ്മൾ ഇൻറ്റൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്രിയേറ്റിൻ മസ്റ്റാണെന്ന് പറയുന്നത് കുറേ പേര്. അത് ശരിക്കും? സോ ഇപ്പോൾ വർക്കൗട്ടിൻ്റെ കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതാണ് ലോകത്തിലെ ബെസ്റ്റ് വർക്കൗട്ട്, ഇപ്പോൾ ബ്രോ സ്പ്ലിറ്റ് ആണ് ബെസ്റ്റ് വർക്കൗട്ട് അല്ലെങ്കിൽ പുഷ് പുൾ ലെഗ് ആണ് ഏറ്റവും ബെസ്റ്റ് വർക്കൗട്ട് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വർക്കൗട്ട് ഉണ്ടെങ്കിൽ എവ്രി വൺ ഇൻ ദ വേൾഡ് വുഡ് ബി ഡൂയിങ് ദാറ്റ് അല്ലേ. അല്ലെങ്കിൽ ഡയറ്റിലാണെങ്കിലും ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഡയറ്റ് അല്ലെങ്കിൽ ഇതാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സപ്ലിമെന്റ്, അങ്ങനെയില്ല.
സോ ഓരോ ആളുടെ ഗോൾസിനനുസരിച്ച് ഡയറ്റും വർക്കൗട്ടും സപ്ലിമെൻറ്റ്സ് ഒക്കെ മാറും, പേഴ്സൺ ടു പേഴ്സൺ മാറും. ഇപ്പം എൻ്റെ ഗോൾ പ്യുവർ മസിൽ ബിൽഡിംഗ് മാത്രമാണ്. മേ ബി പുഷ് പുൾ ലെഗ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എനിക്ക്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ബോഡി പാർട്ട് ചെയ്യാം. എൻ്റെ ഗോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഹെൽത്ത് മെയിൻറ്റെയിൻ ആയിരിക്കുക, ഫിറ്റ് ആയിരിക്കാം, എനിക്ക് ഡെയിലി എന്തെങ്കിലും ആക്ടിവിറ്റി വേണം, ഓരോ ദിവസം ഓരോ ബോഡി പാർട്ട് വെച്ച് ചെയ്താൽ മതി അങ്ങനെ. ഇനിയിപ്പോൾ സപ്ലിമെൻറ്റിലോട്ട് വരുവാണെങ്കിൽ അതേപോലെ ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രോട്ടീൻ ഫുഡ് നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ ആവശ്യമില്ല. പക്ഷേ ക്രിയാറ്റിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിയാറ്റിൻ നമ്മൾ ഒരുപാട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 to 5 ഗ്രാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിക്കൻ കഴിക്കേണ്ടി വരും, അത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ക്രിയാറ്റിൻ ഏകദേശം ഒരു മസ്റ്റായിട്ട് വരുന്ന സപ്ലിമെൻ്റ് ആണ്. പക്ഷേ ക്രിയാറ്റിൻ ഇല്ലാതെയും നിങ്ങൾക്ക് ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിരിക്കാൻ പറ്റും. അതേപോലെ ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഭയങ്കര വയറൊക്കെ ചാടിയിട്ട് നല്ല മസിലൊന്നുമില്ല, അങ്ങനത്തെ കുറേ. ക്യാമറൻ്റെ ബാക്കിൽ ഒരാളുണ്ടോ? കുറേ പേരുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പം ഗേൾസ് അട്രാക്ട് ആവുന്ന അങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്ക് ആൾക്കാരില്ല. സി നമ്മള് ജിം അല്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ഇതിനനുസരിച്ചിരിക്കും. ഓക്കെ, ഗേൾസിന് ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്നത് പിന്നെ ഒരാൾക്ക് ആവാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ അതെ, ആൾക്കാരെ അട്രാക്ട് ചെയ്യാന്നുള്ളത് ബേസിക്കലി ഹ്യൂമൻ നേച്ചർ വെച്ചിട്ട് ഒരു നല്ല ഫിസിക്കുള്ള ഒരാളെ ഫീമെയിൽസ് അട്രാക്ട് ആവും. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് മണി, സ്റ്റേറ്റസ്, പവർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങോട്ടും ചായും കുറച്ച്. നല്ല ചിലവരുണ്ട് നല്ല വർക്കൗട്ട് ചെയ്യും, നല്ല ഡയറ്റൊക്കെ നോക്കും, എന്നാലും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഇസ് റിയലി ബാഡ്. ബിക്കോസ് നമുക്ക് ഡയറ്റും വർക്കൗട്ടും അല്ല നമ്മുടെ മൊത്തം. ഡയറ്റും വർക്കൗട്ടും നമ്മുടെ ഹെൽത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ഉറക്കം, സ്ട്രെസ്സ്, ഹൈഡ്രേഷൻ, ഹോർമോൺസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഹവേഴ്സ് പറയുകയാണെങ്കിൽ സയൻസ് എന്താ പറയുന്നത് വെച്ചാൽ ഒരു 8 to 9 hours ആണ് ഒരു കംപ്ലീറ്റ് സ്ലീപ്പ് സൈക്കിൾ. ഓക്കെ, 8 to 9 hours നമുക്ക് അതിൽ ഒരുപാട് സ്റ്റേജസ് വരുന്നുണ്ട് സ്ലീപ്പ്. ആ ഒരു 8 to 9 hours കിട്ടുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക. ഇപ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ലൈഫിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ 4 മണിക്കൂറേ ഉറങ്ങാൻ പാടുള്ളൂ, നിങ്ങൾ ഉറങ്ങിയിട്ട് സമയം കളയരുത്. ദാറ്റ്സ് വെരി റെയർ. മേ ബി 1 out of 1000 people അവർക്ക് ചിലപ്പോൾ ഉറങ്ങിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ജനറൽ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഉറക്കം മിസ്സായ പണി കിട്ടും. പിന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ട്, ഒരു ദിവസത്തിൽ 8 മണിക്കൂർ എന്നൊക്കെ പറയും, ചില പേരുണ്ടാവും രാത്രി 3 മണിക്ക് ഉറങ്ങിയിട്ട് 6 മണിക്ക് എണീക്കും, പിന്നെ ഉച്ചക്ക് ഉറങ്ങും, അങ്ങനെ ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. പക്ഷെ ഉറങ്ങും, പക്ഷേ 8 hours ഉറങ്ങും, പക്ഷെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അതും ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ജോബിൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം കൊണ്ടാണ് അങ്ങനെ ഉറങ്ങുന്നതെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ബെറ്റർ ദാൻ നോട്ട് സ്ലീപ്പിംഗ് 8 hours, 2 പാർട്ടായിട്ട് സ്ലീപ്പ് ചെയ്യാൻ. പക്ഷേ ബിക്കോസ് ഓഫ് ഞാൻ ഇറസ്പോൺസിബിൾ ആണ്, ഞാൻ എന്തോ മൊബൈലൊക്കെ നോക്കി അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കറക്റ്റ് ഉറങ്ങാതിരിക്കുന്നതെങ്കിൽ അത് പ്രോബ്ലമാണ്. കാരണം നമുക്ക് പ്രോപ്പർ നമ്മുടെ ഹോർമോൺസും നമ്മുടെ ബോഡിയൊക്കെ റിക്കവർ ആവുന്നത് ഉറക്കം കിട്ടുമ്പോഴാണ്. അപ്പോൾ ആ പ്രോപ്പർ കണ്ടിന്യൂസ് 8 to 9 hours സൗണ്ട് സ്ലീപ്പ് കിട്ടുമ്പോഴാണ് നമ്മുടെ ബോഡി ഏറ്റവും ബെസ്റ്റ് കണ്ടിന്യൂസ്. പിന്നെ അതന്നെ ഇവിടെ ഈ ഒരു ടോപ്പിക്കിൽ വരുമ്പം കുറവ് സ്ലീപ്പ് ആണെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ ചാൻസസ് കൂടുതലാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇസ് ഇറ്റ് റിയലി ട്രൂ? യാ ഓബ്വിയസ്ലി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോർമോൺസ്, നമ്മുടെ ഹോർമോൺസും നമ്മുടെ മൈൻഡ് ഇതൊക്കെ റീസെറ്റ് ആവുന്ന എപ്പോഴാണ് നമ്മൾ ഉറങ്ങുമ്പോൾ. ഇറ്റ്സ് ലൈക്ക് എനി അതർ. ഇപ്പോൾ നമ്മളൊരു കാർ ഒരു 4 days നിർത്താതെ ഓടിച്ചാൽ എന്താവും? എൻജിൻ സീസ് ആവും. സെയിം വൈസ് നമ്മുടെ ബോഡി റിക്കവറി ആവുന്നതും റെസ്റ്റ് ഒക്കെ വേണം. അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എൻജിൻ സ്റ്റോപ്പ്. അപ്പം എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു സ്പ്ലിറ്റ്, കുറേ സ്പ്ലിറ്റ്സ് ഉണ്ട്, ബട്ട് അത് വലിയ മാൻഡേറ്ററി അല്ല. നിങ്ങൾ ഏതാ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഞാൻ സ്പ്ലിറ്റ് ഫോളോ ചെയ്യുന്ന പറയുന്നത് സിംഗിൾ ബോഡി പാർട്ടാണ്. മെനി പീപ്പിൾ വിൽ നോട്ട് ബിലീവ് ദാറ്റ്. കാരണം ഞാൻ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടും സിംഗിൾ ബോഡി പാർട്ട്. കാരണം ഞാനൊരു കോമ്പറ്റീഷന് പോകുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല, ഇപ്പോൾ ഇല്ല, മേ ബി ഐ ഡോണ്ട് നോ ഇൻ ഫ്യൂച്ചർ. എനിക്ക് ഐ ലവ് വർക്കിംഗ് ഔട്ട്. എനിക്ക് ഇത്ര മസിൽ ഉണ്ടാക്കണം, അങ്ങനെ മസിൽ എനിക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈഡ് എഫക്ട് ഓഫ് മൈ വർക്കൗട്ട്. എനിക്ക് ഇത്ര മസിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്ന മസിലൊന്നും അല്ല. ഞാനൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും വർക്കൗട്ടും ഡയറ്റൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് മസിൽ ഗ്രോ ആവുന്നുണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്നത് ഐ ലൈക്ക് വർക്കിംഗ് ഔട്ട്. ഓക്കെ, എനിക്ക് ബാക്ക് ഡേ ആണെങ്കിൽ ഐ റിയലി വാണ്ട് ടു ഫീൽ ദാറ്റ് ബാക്ക്. അപ്പോൾ ഞാനൊരു 6 വർക്കൗട്ട്സ് ഒക്കെ എൻജോയ് ചെയ്ത് ചെയ്യും. ലെഗ് വർക്കൗട്ട് ആണെങ്കിൽ ഒരു 6 വർക്കൗട്ട്. അപ്പോൾ 6 വർക്കൗട്ടിന് ശേഷം 2 ബോഡി പാർട്ടൊക്കെ പോസിബിൾ അല്ല. മേ ബി ഐ ഡു. ഇപ്പോൾ ഒരു മേജർ ബോഡി പാർട്ടിന് ശേഷം ആപ്സ് ട്രെയിൻ ചെയ്യും, ഓർ എൽസ് ഞാനൊരു 15 minutes ട്രെഡ്മില്ല് റൺ ചെയ്യും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ 2 വർക്കൗട്ട്സ് വരും. പക്ഷേ മേജർലി ഞാൻ ഒരു ബോഡി പാർട്ടാണ് ഒരു ദിവസം വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ ദിസ് ഈസ് നോട്ട് എ ജനറൽ റെക്കമെൻഡേഷൻ ഫോർ എവറി വൺ. എനിക്കിത് ഇഷ്ടമാണ്, എനിക്കിത് സൂട്ട് ആവുന്നുണ്ട്, ഐ എം ഡൂയിങ് ഇറ്റ്. ഇഫ് യു ലൈക്ക് സംതിങ് എൽസ് ആൻഡ് നിങ്ങൾക്ക് അത് സൂട്ട് ആവുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡു ദാറ്റ്. സോ നിങ്ങൾ ഒരു ലെവൽ എത്തിയതിനു ശേഷം
നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം ഞാൻ എത്ര പോർഷൻ കഴിക്കേണ്ടത്. എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് വന്നാലും ഞാനത് എനിക്ക് അതിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടാവും. ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം മെഷർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മളൊരു ബാലൻസ് രീതിയിൽ ഇപ്പോൾ വീട്ടിൽ അമ്മ ദോശ ഉണ്ടാക്കുവാണെങ്കിൽ ഐ ടേക്ക് 2 ദോശ. അതിലൊക്കെ ഞാൻ പ്രോട്ടീൻ സെപ്പറേറ്റ്ലി ആഡ് ചെയ്യും, മേ ബി വേ പ്രോട്ടീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് സോഴ്സ്. അതേപോലെ ഉച്ചയ്ക്ക് ചോറുണ്ടാവും, തോരൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, അത് ഞാൻ കുറച്ച് എടുക്കും. പിന്നെ മെയിൻലി പ്രോട്ടീൻ ആയിരിക്കും അധികം മിസ്സായിട്ടുണ്ടാവുക വീട്ടിൽ, അപ്പോൾ അത് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യും അതിലോട്ട്. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു നിങ്ങളെ, എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ഫുഡൊക്കെ കൊണ്ടുവരുന്ന മോളാണെന്ന്. ആ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതെ എൻ്റെ മോള് ചെറുതായിരിക്കുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അതിന് ഐ തിങ്ക് അറൌണ്ട് 500K വ്യൂസും ഉണ്ടായിട്ടുണ്ട്. സോ മോള് എനിക്ക് തരും, കൊണ്ടുവന്ന് തരും, എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒക്കെ കൊണ്ടുവന്ന് തരും, കഴിക്കാന്ന് പറയാം. പിന്നെ ഇപ്പോൾ വലുതാവും തോറും നേരെ തിരിച്ചാണ്, ഞാൻ എന്തെങ്കിലും ചോദിക്കണേ കുറച്ച് തരുമോ എനിക്ക്, ഇപ്പൊ തരില്ല. പക്ഷെ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് എല്ലാം എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ ഇൻഫ്ലുവൻസർ ജേർണി, ആ ഒരു റെക്കഗ്നിഷൻ കിട്ടി, ഇപ്പം ആൾക്കാരുടെ അടുക്ക് പോകുമ്പം ആ റെക്കഗ്നിഷൻ ഒക്കെ കിട്ടുമല്ലോ. ആ ഒരു പണ്ടുണ്ടായ മനീഷ് ആൻഡ് ഇപ്പോഴത്തെ മനീഷ്, ആ ഒരു ഡിഫറൻസ്? സത്യം പറഞ്ഞാല് എൻ്റെ നാട്ടിൽ ഇപ്പോഴും കുറേ പേർക്ക്, ഞാൻ കാസർഗോഡാണ്, എൻ്റെ നാട്ടിൽ ഇപ്പോഴും കുറേ ആൾക്ക് അറിയില്ല ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന്. അവരെവിടെയൊക്കെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും ഇതൊക്കെ നോക്കണം എന്നില്ല. അപ്പൊ എന്നെ ശരിക്കും അറിയുന്നത് കേരളത്തിൽ ബാക്കിയുള്ള ആൾക്കാരും ദുബൈയിലുള്ള ആൾക്കാരൊക്കെയാണ് എന്നെ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ ആൾക്കാർ കുറച്ച് പേർക്ക് അറിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒന്നാമത് ഭയങ്കര സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ഫ്രീ ആയിട്ട് എല്ലായിടത്തും പോകണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഐ ലൈക്ക് ഇറ്റ്. ആൾക്കാർ എന്നെ അധികം റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് ആക്ച്വലി കുറച്ച് സെക്യൂറാണ്. എനിക്ക് എവിടെയും പോവാം, എന്നും ചെയ്യാം, അങ്ങനെ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന രീതിയിൽ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഒന്നും ഇതുവരെ എത്തിയിട്ടൊന്നുമില്ല. മേ ബി എത്തുമായിരിക്കും. എന്നാലും 100K പ്ലസ് ഉണ്ട്, 100K റെക്കഗ്നൈസ് ചെയ്യും. മേ ബി ദേ വുഡ് കം ടോക്ക് ടു യു. അതെ അതുണ്ട്. ഞാൻ ചില സ്ഥലത്തൊക്കെ പോയവിടെയൊക്കെ ഫസ്റ്റ് അവരിങ്ങനെ നോക്കും, എവിടെയോ ഞാൻ കണ്ട പോലെ, എന്നിട്ട് എന്നിട്ട് പിന്നെ ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, നിങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഞാൻ നിങ്ങളെ കണ്ടായിരുന്നു, പക്ഷെ നിങ്ങളാണോ അല്ലേ എന്നൊരു ഡൗട്ട്. അങ്ങനെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചിലവരൊക്കെ ഫോട്ടോ എടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. മുമ്പത്തേക്കാളൊക്കെ ഒരുപാട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞായിരുന്നു ലൈക്ക് യു ഹാവ് വർക്ക് ഫ്രം ലൈക്ക് 9 to 8, 8:30 വരെ വർക്ക് ഉണ്ട്. പിന്നെ വൈഫാണ് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇവർക്ക് എപ്പോഴാണ് ടൈം കൊടുക്കാൻ പറ്റുന്നത്? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാം കൂടി. സോ നമ്മൾക്ക് ലൈഫിൽ എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഫാമിലി മൊത്തം കോംപ്രമൈസ് ഒന്നും ഞാൻ ഒന്നിലും കംപ്ലീറ്റ്ലി കോംപ്രമൈസ് ചെയ്തിട്ടില്ല, പക്ഷെ കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി വീക്കിൽ 1 or 2 കണ്ടാലായി. അങ്ങനെ ഫാമിലി ആണെങ്കിലും അതേപോലെ നൈറ്റ് ഒരു 9 o'clock to 10 o'clock ആണ് എനിക്ക് ഫാമിലി ടൈം കിട്ടാറ്. ഓർ മോർണിംഗ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ജിമ്മ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു 1 hour, രാവിലെ ഒരു 1 hour നൈറ്റ് ഒരു 1 hour ആണ് എനിക്ക് ഫാമിലിയോട്ട് കൊടുക്കാൻ പറ്റും. സൺഡേസ് എൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ പറ്റുന്നത്രയും ഉച്ച മുമ്പ് ഷൂട്ട് തീർക്കാൻ നോക്കാറുണ്ട്. സോ എപ്പോഴും സൺഡേസ് ഞാൻ ഒരു ആഫ്റ്റർനൂൺ ടു നൈറ്റ് ടൈം വരെ ഫാമിലി ടൈം കൊടുക്കാൻ നോക്കാറുണ്ട്. കാസർഗോഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെൽത്തി ഫുഡ്? കാസർഗോഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ കോഴി റൊട്ടി ഇല്ലേ, കോഴി റൊട്ടിയും ചിക്കൻ കറിയും. കാരണം കോഴി റൊട്ടി ഭയങ്കര ലോ കാലറിയാണ്, അത് ആർക്കും അറിയില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിപ്പോൾ അതിന്റെ പ്രൈസ് എല്ലാം കൂടും. ഇപ്പോൾ 30 rupees കിട്ടും ഒരു പാക്കറ്റ്, അത് ചിലപ്പോൾ ഇനി 100 rupees ആവും. ഓക്കെ, അപ്പൊ കോഴി റൊട്ടിയിൽ ഭയങ്കര കാലറി കുറവാണ്. അപ്പോൾ ഓയിൽ റൈസ് ആണ്. പക്ഷെ റൈസ് ആണെങ്കിലും അത് ഉണ്ടാക്കുന്ന രീതി അതിൽ കുറെ എയർ പോക്കറ്റ് ഉണ്ടാവും. അപ്പോൾ കാലറി പെർ സെർവിങ് കാലറി ഭയങ്കര കുറവാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം ചിക്കൻ കറിയിൽ കാലറീസ് കുറവാണ്. അതും ടൊമാറ്റോ ഓണിയൻ ആണെങ്കിൽ പിന്നെയും കാലറി കുറവ്, കോക്കനട്ട് ബേസ്ഡ് ആണെങ്കിൽ അതിനേക്കാളും. അപ്പോൾ അത് കോഴി റൊട്ടിയും ചിക്കൻ കറിയും നല്ലൊരു ഹെൽത്തി കോമ്പിനേഷൻ ആണ്. ഹെൽത്തി കോമ്പിനേഷൻ അറിയില്ല, ആൾക്കാർ അത് ഹെൽത്തി അല്ല എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതെന്ന് വെച്ചാൽ ഗ്രേവി കുറച്ചെടുത്താൽ നല്ലതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോക്കനട്ട് ഗ്രേവിന്ന് പകരം ടൊമാറ്റോ ഓണിയൻ ബേസ് ഗ്രേവി ആണെങ്കിൽ പിന്നെയും കാലറി കുറയും. പെർഫെക്റ്റ് ആണ്, ഹെൽത്തി ഫുഡാണ്. അപ്പൊ ഇനി മുതൽ ചർമുറിന് പകരം ചർമുറിന് പകരം ഇനി ചിലപ്പോൾ ആൾക്കാർ കോഴി റൊട്ടി തിന്നുന്ന ഒരു ട്രെൻഡ് വരും. അല്ല, എന്റെ വീട്ടിൽ കഴിക്കാം കുഴപ്പമില്ല. മേ ബി ഫൈബർ മിസ്സിംഗ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഇടാം, അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി ഒരു സാലഡ് അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് കഴിഞ്ഞാൽ. അതേപോലെ നമ്മൾ മാംഗ്ലൂർ കാസർഗോഡ് എന്നൊക്കെ വരുമ്പോൾ ആൾക്കാർ ഭയങ്കര ആൽക്കഹോളിക് എന്ന് പറയാൻ പറ്റില്ല, ആൾക്കാർ കഴിക്കുന്നുണ്ട്. അത്യാവശ്യം കുറേ പേരുണ്ട് സറൗണ്ടിങ്സിൽ എല്ലാവരും കഴിക്കുന്നത്. ആൽക്കഹോൾ കുറച്ച് യൂസ് ആണ്,
കുറേ ലൈക്ക് യൂഷ്വലി ഫ്രീക്വൻ്റ്ലി ഒക്കേഷണലി എന്ന് പറയാൻ പറ്റില്ല, ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഹെൽത്തിന് നല്ലോണം പാടല്ല. ആൽക്കഹോൾ എന്ന് പറയുന്നത് ഗ്രേഡ് 1 കാർസിനോജനാണ്. അതായത് നമുക്ക് ക്യാൻസർ കോസിങ്ങിൽ ഏറ്റവും നമ്പർ 1 ലിസ്റ്റിലുള്ളതാണ് ആൽക്കഹോൾ. ക്യാൻസർ കോസിങ്ങിൽ ആൽക്കഹോൾ, ടൊബാക്കോ. അതിലിപ്പോ ഇന്ന് ആൽക്കഹോൾ എന്നൊന്നുമില്ല. ഇപ്പോൾ ചിലവർ പറയും വൈന് ഹെൽത്തിയാണ്, അല്ലെങ്കിൽ ബീർ കുറച്ച് കുടിച്ചാൽ കിഡ്നി സ്റ്റോണിന് നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ് ആൾക്കാർ പറയുന്നുണ്ട്. ഇതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള റീസൺസ് ആണ്. ശരിക്കും പറഞ്ഞാൽ അക്കോർഡിംഗ് ടു സയൻസ് ആൽക്കഹോൾ നമ്മുടെ ബോഡിക്ക് ഒരിക്കലും വേണ്ടാത്തൊരു സാധനമാണ്. നമ്മുടെ ബോഡി എന്ത് രീതിയിൽ ആൽക്കഹോൾ എടുത്താൽ ഇറ്റ് ട്രൈസ് ടു പുഷ് ഇറ്റ് ഔട്ട്. ഇത് ആൽക്കഹോൾ കൊണ്ട് ഒരു യൂസും ഇല്ല നമ്മുടെ ശരീരത്തിന്. ബട്ട് കുറെ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നുണ്ട് ലൈക്ക് ഒരു ബിയർ ഒരു ദിവസം കഴിച്ചാൽ ഹാർട്ടിന് നല്ലതാണ്, കിഡ്നിക്ക് നല്ലതാണെന്നൊക്കെ കുറെ പേര് ലൈക്ക് നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അത് ഒന്നാമത്തേതെന്ന് പറയുന്നത് അവർക്ക് ഇതിന്റെ ഒരു പ്രോപ്പർ സയൻസ് നോളജ് ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ മേ ബി അവർക്ക് അത് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് അത് യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ ആയിരിക്കാം. അല്ലാതെ ആൽക്കഹോൾ കുടിക്കുന്നത് ഒരു രീതിയിലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ആൽക്കഹോൾ നിർത്താൻ പറ്റിയ അത്രയും നല്ല കാര്യം, നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും മിനിമൽ ക്വാണ്ടിറ്റിയിൽ കുടിക്കാൻ പറ്റിയ നിങ്ങളെ ബോഡിക്ക് ചെയ്യുന്ന അത്രയും നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് വൈന് കുടിച്ചാൽ സ്കിന്നിന് നല്ലതാണ്, റെഡ് വൈന് നല്ലതാണെന്നൊക്കെ പറയലുണ്ട്. സെയിം ആൻസർ ആണ്. ആൽക്കഹോൾ ഏത് ഫോമിലായിക്കോട്ടെ, വൈൻ ആയിക്കോട്ടെ, റെഡ് വൈൻ ആയിക്കോട്ടെ, ബിയർ ആയിക്കോട്ടെ, എന്തെടുത്താലും നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും ഇല്ല. നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ ആൽക്കഹോളുണ്ട്. എന്നാൽ ഇങ്ങനെ പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരിക്കും. അപ്പോൾ ഇതില് ആൽക്കഹോളില് ഏതെങ്കിലും ഒരു സാധനം ഓക്കെ കുടിക്കാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ആൽക്കഹോളിൽ ഞാൻ ഒന്നും തന്നെ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് അത്രയ്ക്കും കുടിക്കണം എന്നുണ്ടെങ്കിൽ മേ ബി വൈന് പിന്നെയും കുഴപ്പമില്ല, കമ്മിങ് ഫ്രം എ നാച്ചുറൽ സോഴ്സ് എന്ന് പറയാം, ബട്ട് ഇറ്റ് സ്റ്റിൽ ഹാസ് ആൽക്കഹോൾ. പിന്നെ ബിയറൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മേ ബി വൈറ്റ് കളറിൽ വരുന്ന, വാട്ടർ കളറിൽ വരുന്ന ആൽക്കഹോൾ ഉണ്ടാകും. അതിൽ കുറച്ച് അതായത് നിങ്ങൾക്ക് കാലറീസ് കുറവാണ്. പക്ഷേ എനി ഹൗ ആൽക്കഹോൾ ഈസ് ആൽക്കഹോൾ. പിന്നെ ഒരു നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാം. അധികം ആൾക്കാരും ആൽക്കഹോൾ കുടിച്ചതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ആൽക്കഹോൾ കുറേ പോവും, ഫുഡും കുറേ പോവും. ഓക്കെ, ഇഫ് യു ആർ ട്രൈങ് ടു റെഡ്യൂസ് ആൽക്കഹോൾ, ഫസ്റ്റ് ഫുഡ് കഴിക്കുക, ഓക്കെ, എന്നിട്ട് ആൽക്കഹോൾ കുടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കുടിക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ഗുഡ് മെത്തേഡ്. അപ്പോൾ ആൽക്കഹോൾ ക്വിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ് ഫുഡ് കഴിക്കുക, നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, ആൽക്കഹോൾ പിന്നെ കുടിച്ചാൽ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്ത് കുടിക്കാൻ പറ്റും. ആൻഡ് ഗ്രാജുവലി കുറച്ച് നിർത്താൻ നോക്കാം. അപ്പോൾ എല്ലാവരും ആൽക്കഹോളിലേക്ക് കുറേ വെള്ളം ഇട്ട് കുടിക്കുക. ആൽക്കഹോൾ കുറേ വെള്ളം ഇട്ട് കുടിക്കുക, വെള്ളം നല്ലോണം കുടിക്കുക, ആൽക്കഹോൾ നിർത്തുക. അപ്പം അതായിരുന്നു ഒരു ടോപ്പിക്. പിന്നെ എന്ന് വെച്ചാൽ ഹെൽത്ത്, ഇപ്പം ആൽക്കഹോൾ കുടിക്കുന്ന ആൾക്കാർ എന്താ യൂഷ്വലി ഇവിടെ എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട്, ആൾക്കാർക്ക് അത് നിർത്താൻ പറ്റാതെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പം മേ ബി സം ടിപ്പ്, ഇപ്പം അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഫുഡോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് ആൾക്കാർ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൽക്കഹോൾ അധികം എടുക്കാറ്. മേ ബി ദേ ആർ ഹാപ്പി ആണെങ്കിലും ആൽക്കഹോൾ കുടിക്കും, സാഡ് ആണെങ്കിലും ആൽക്കഹോൾ കുടിക്കും, സെലിബ്രേഷൻ ഉണ്ടെങ്കിലും ആൽക്കഹോൾ കുടിക്കും, എന്താണെങ്കിലും ആൽക്കഹോൾ ആണ് ഒരു ഓപ്ഷൻ, അതിൻ്റെ കൂടെ ഫുഡ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് ചെയ്താൽ മതി. സോ സംതിങ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് സങ്കടമാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് 2 ഡംബിൾ എടുക്കും. ഓക്കെ, അപ്പോൾ എനിക്കത് അവിടെ കറക്റ്റായി. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് എന്തെങ്കിലും ഫുട്ബോളോ ടർഫിലോ ഒരു ക്രിക്കറ്റ് കളിച്ചാൽ അത് പോയി, ശരിയായി. ഞാനിപ്പോൾ എന്തെങ്കിലും എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫുഡിലൂടെ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന ആളാണ്. അപ്പോൾ ഞാൻ കാലറീസ് ഒന്നും നോക്കാറില്ല. അങ്ങനെ ഞങ്ങൾക്ക് ആൽക്കഹോളിന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഗ്രൂപ്പാണ്, സർക്കിൾ. ഇപ്പോൾ നമ്മൾ 4 ഇൻ്റലിജൻറ്റ് ആൾക്കാരെ കൂടെയാണ് ഉള്ളതെങ്കിൽ 5th പേഴ്സണും ഇൻ്റലിജൻറ്റ് ആവും. 4 മണ്ടന്മാരെ കൂടെയാണ് നമ്മളുണ്ടെങ്കിൽ 5ാമത്തെ ആളും മണ്ടനാവും. അതേപോലെയാണ് നമ്മൾ 4 ആൽക്കഹോൾ കുടിക്കുന്ന ആളെ ഗ്രൂപ്പിലാണ് ഉണ്ടെങ്കിൽ വെരി ഹൈ ചാൻസസ് നമ്മൾ ആൽക്കഹോൾ ആവും. അതേ നമ്മളിപ്പോൾ ആൽക്കഹോൾ ഇല്ലാത്തൊരു ഫ്രണ്ട് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ദേ എൻജോയ് സംതിങ് എൽസ്, സ്പോർട്സ്, ജിം, അങ്ങനെ ഫിറ്റ്നസ് ഫ്രീക്സിൻ്റെ കൂടെ ജോയിൻ ചെയ്താൽ നിങ്ങളും ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ആവും, ആൽക്കഹോളിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അതാണ് എനിക്ക് ബെസ്റ്റ് അഡ്വൈസ് തരാം. മേ ബി യുവർ ഫ്രണ്ട് സർക്കിൾ ഡെഫിനറ്റ്ലി മാറ്റേഴ്സ്. എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലെ ഗ്രൂപ്പിൽ ആൽക്കഹോൾ കുടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇനി അവരെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ എടുക്കരുത്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലും എനിക്ക് ആൽക്കഹോൾ കുടിക്കുന്ന ആൾക്കാരാണ്, ആൻഡ് ഐ ഹാവ് എ വെരി ഗുഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദം. പിന്നെ നമ്മുടെ കൺട്രോളിലിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് അവർ കൺട്രോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കൺട്രോൾ ഇരുന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കമ്മിങ് ടു ദ വെരി എൻഡ്, എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കാസർഗോഡിൽ നമുക്ക് റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഡെസേർട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് മേ ബി പായസമായിരിക്കും, മേ ബി ഐസ്ക്രീം ആയിരിക്കും, മേ ബി ഗുലാബ് ജാമുൻ, എന്തായിരിക്കും. അപ്പം ഡെസേർട്ട് എല്ലായിരിക്കും ഒരു ഫുഡൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഡെസേർട്ട് കഴിക്കണം. ഏതായിരിക്കും ഒരു ഐഡിയൽ ഡെസേർട്ട്?
ഫ്രൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഡെസേർട്ട് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം മേ ബി ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് ഷുഗർ ഈസ് ഷുഗർ. അപ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി ബെറ്റർ ആണ് വേറെ എന്തെങ്കിലും എടുക്കുന്നേക്കാളും. പിന്നെ പായസം ആണെങ്കിലും പായസത്തിൽ നമ്മുടെ പരിപ്പ് പായസം ഉണ്ടല്ലോ, പരിപ്പ് പായസം ആകുമ്പോൾ പരിപ്പിൽ കുറച്ചും കൂടി പ്രോട്ടീൻ കണ്ടന്റ് വരുന്നുണ്ട്, കുറച്ച് ഫൈബർ ഉണ്ട്. നമ്മൾ വേറെ അടപ്പായസമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് മൊത്തം കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ പരിപ്പ് പായസം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓപ്ഷനാണ്. പിന്നെ യോഗേർട്ട് എല്ലായിടത്തും അവൈലബിൾ ഉണ്ടാവില്ല. നമ്മൾ വീട്ടിലാണ് കഴിക്കുന്നെങ്കിൽ യോഗേർട്ട് ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ലൊരു ഡെസേർട്ട് ഓപ്ഷനാണ്, അത്യാവശ്യം എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് യോഗേർട്ട് എന്താണെന്ന്. സോ ബേസിക്കലി കേർഡും യോഗേർട്ടും എന്ന് പറയുന്നത് ഏകദേശം സിമിലർ ആണ്. ഇത് ഉണ്ടാക്കുന്ന രീതിയിൽ മാത്രം ഒരു ഡിഫറൻസ് ഉള്ളൂ. അതായത് കേർഡ് ഉണ്ടാക്കുമ്പോൾ മൾട്ടിപ്പിൾ സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ അതിൽ യൂസ് ആവുന്നുണ്ട്. ഇതിൽ യോഗേർട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് അല്ല, അത് ഇപ്പോൾ ഈ കേർഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, പാല് ബാക്ടീരിയൽ ഫെർമെന്റേഷൻ കൊണ്ടാണ് തൈര് ഉണ്ടാവുന്നത്. അപ്പോൾ യോഗേർട്ട് എന്ന് പറയുമ്പോൾ ഈ സെയിം മെത്തഡ് തന്നെയാണ്, പക്ഷേ യോഗേർട്ടിൽ യൂസ് ആവുന്ന ബാക്ടീരിയ സ്ട്രെയിൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് യോഗേർട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ യോഗേർട്ട് കുറച്ചും കൂടി തിക്കർ ആയിരിക്കും കേർഡിനേക്കാളും. പക്ഷേ ന്യൂട്രീഷണൽ വൈസ് ഒക്കെ വലിയ വ്യത്യാസം വരുന്നില്ല. നിങ്ങൾക്ക് പൈസ കൂടുതലുണ്ടെങ്കിൽ യോഗേർട്ട് വാങ്ങിക്കാം, പൈസ കുറവാണെങ്കിൽ കേർഡ് യൂസ് ചെയ്യാം. കമ്മിങ് ടു ദ വെരി എൻഡ്, ഇത് ലാസ്റ്റ് ചോദ്യം കേട്ടോ. നമ്മൾ ഷുഗർ ജാഗറി, കുറേ പേര് ജാഗറിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് ഇസ് റിയലി ബാഡ് അല്ലേ? സോ ബേസിക്കലി ജാഗറി കുറച്ചും കൂടി റിഫൈനായി കിട്ടുന്ന സാധനമാണ് ഷുഗർ. അപ്പോൾ അതായത് കളർലെസ് ഫോം ഓഫ് ജാഗറി ആണ് ഷുഗർ എന്ന് പറയാം. കാലറി വൈസ്, ഗ്ലൈസമിക് ഇൻഡെക്സ് വൈസ്, ഷുഗർ കണ്ടന്റ് വൈസ് ജാഗറിയും ഷുഗറും സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ടോട്ടൽ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ഫീല്, കാരണം നിങ്ങൾക്ക് മൈൻഡിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജാഗറി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ജാഗറിയും കൺട്രോൾ ചെയ്യണം, ഷുഗറും കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ ചിലവർ ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് ഒരുപാട് ജാഗറി യൂസ് ചെയ്യുന്നത്, ദാറ്റ്സ് നോട്ട് മേക്കിംഗ് എനി സെൻസ്. പക്ഷേ നിങ്ങൾ ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് ജാഗറി യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ജാഗറിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, കുറേ പേര് ഇങ്ങനെ ഉണ്ട്, ഷുഗർ ഇടുന്നില്ല, ചായക്ക് ജാഗറി എടുത്തിടുന്നുണ്ട്. അത് വലിയ വ്യത്യാസമൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു സ്പൂൺ ജാഗറി യൂസ് ചെയ്യുന്നതും ഒരു സ്പൂൺ ഷുഗർ യൂസ് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിന് സെയിം ആണ്. ഓക്കെ, അപ്പം വിൽ കൺക്ലൂഡ് ദിസ്. ഇറ്റ് വാസ് റിയലി അമേസിങ് ടോക്കിംഗ് ടു യു. കുറേ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം അബൌട്ട് ആർ പോഡ്കാസ്റ്റ് എന്തെങ്കിലും? എനിക്ക് നല്ലൊരു ഇൻട്രാക്റ്റീവ് ഇതായിട്ട് തന്നെയാണ് തോന്നിയത്. എനിക്കങ്ങനെ പരിചയമില്ലാത്ത ആളാ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ആൻഡ് നല്ല കൂളായിട്ട് അർജുൻ ആണെങ്കിലും ഹാൻഡിൽ ചെയ്തു. നമ്മുടെ ക്യാമറ ക്രൂ ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു ഫൺ സെഷൻ ആയിരുന്നു ടോട്ടൽ. അപ്പോൾ അന്തർവ്യൂ പോഡ്കാസ്റ്റ് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം എൻ്റെ ബെസ്റ്റ് വിഷസ്. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക്സ് ഫോർ കമ്മിങ്. Yeah. Thank you.